ഓക്കെ, നമുക്ക് തന്ന ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നമ്മുടെ ടോപ്പിക്കിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ നമുക്ക് ഈ ഒരു പ്രാക്ടീസ് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിരുന്നോ? എ ഇൻറ്റു എ ബൈ 8 ഇൻറ്റു എ ഡിവൈഡഡ് ബൈ 27 ഈക്വൽ ടു 1 ആയാൽ എ എന്ന് പറയുന്നത് ഉത്തരം എ സമം എന്താണെന്നുള്ളതായിരുന്നു ചോദ്യം. നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം ഇൻറ്റു ചെയ്യാനാണ്. നമ്മൾ നേരെ എന്ത് ചെയ്യും? എല്ലാ എയും കൂടി നമ്മൾ ഓക്കെ എ എല്ലാം കൂടി ഇൻറ്റു ചെയ്യാം. എ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 27 ഈക്വൽ ടു 1 അല്ലേ? ഇനി എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അംശം എല്ലാം കൂടി ഇൻറ്റു ചെയ്തു, ഛേദം എല്ലാം കൂടി ഇൻറ്റു ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ എ ഇൻറ്റു എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എ ക്യൂബാണ്. എ ക്യൂബ് ഈക്വൽ ടു ഇവിടെ കിടക്കുന്ന ഈ സംഭവത്തിന് എന്ത് ചെയ്യും? നമ്മൾ നേരെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകും. അതായത് 8 ഇൻറ്റു 27 നമ്മൾ എന്ത് ചെയ്യും? അത് ഇവിടെ വരുമ്പോൾ അത് ഡിവിഷൻ ഹരണമാണ്. ഹരണം സമചിഹ്നത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണനമാകും. ഗുണനം സമചിഹ്നത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരണമായിട്ട് മാറും. മൈനസ് സമചിഹ്നത്തിന്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. പ്ലസ് ആണെങ്കിൽ സമചിഹ്നത്തിന്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താണ്? പ്ലസ് ആണെങ്കിൽ മൈനസ് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ഒരു സമചിഹ്നത്തിന്റെ, അതായത് സമചിഹ്നത്തിന്റെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഒരു നമ്പർ പോകുമ്പോൾ അതിന്റെ സൈൻ ഓപ്പോസിറ്റ് സൈൻ ആയിട്ട് മാറും. പ്ലസ് മൈനസ്, മൈനസ് പ്ലസ്, ഹരണം ഗുണനവും, ഗുണനം ഹരണവും. ഇവിടെ 8 ഇൻറ്റു 27 എന്ന് പറയുന്നത് ഹരണമായിട്ടാണ് കിടക്കുന്നത് അല്ലെ? അതായത് എ ക്യൂബിനെ ഡിവൈഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യും? 1 ഇൻറ്റു അല്ലെ 8 ഇൻറ്റു 27 എന്ന് പറഞ്ഞ് കിടക്കും അല്ലെ? അപ്പൊ 8 ഇൻറ്റു 27 എത്രയാണ് വരുന്നത്? 8 ഇൻറ്റു 27 5 16 21 216 പറഞ്ഞത്. ഈ എ ക്യൂബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 216 പറയണത് അല്ലെ? എ ക്യൂബ് എന്ന് പറഞ്ഞാൽ 216. അപ്പൊ എ ക്യൂബിൽ നമുക്ക് എ കണ്ടുപിടിക്കണം. നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? 216 ഫാക്ടറൈസ് ചെയ്യുന്നു അല്ലെ? ഏറ്റവും ചെറിയ നമ്മൾ പ്രൈം നമ്പറുകൾ വെച്ചിട്ടാണ് ഫാക്ടറൈസ് ചെയ്യുക. അതായത് പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ അഭാജ്യ സംഖ്യകൾ നമ്മൾ പഠിച്ചേർന്നു അല്ലെ? അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ 2 ഒരു പ്രാവശ്യം. ഇത് അറിയാത്ത ആൾക്കാരുണ്ടാവും, ധാരാളം പേരുണ്ടാവും, അറിയുന്നവരുണ്ടാവാം. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ കുറച്ചും കൂടി വിശദമായിട്ട് പറയാണ്. ഒന്നിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളിവിടെ 0 ഇട്ടു അല്ലെ? 0 ഇട്ടു അല്ലെ? 1 ഓക്കെ, സോറി, ഇവിടെ 1 നമ്മൾ താഴോട്ട് ഇറക്കിയിട്ടു. മിനിറ്റ്, 1 നമ്മൾ താഴോട്ട് ഇറക്കി. ഓക്കെ, എങ്ങനെ ഫാക്ടറൈസ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ 2 കൊണ്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ 1 അല്ലെ? 1 ഇവിടെ നമുക്ക് 1 കൊണ്ട് പറ്റില്ല. നമ്മളിവിടെ 0 ആണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 16 നമ്മൾ ഒരുമിച്ചെടുക്കുന്നു. ഇവിടെ 8 കൊണ്ട് പറ്റും അല്ലെ? 8 കൊണ്ട് പറ്റുന്നു. ഇനി നമ്മൾ വീണ്ടും 2 കൊണ്ട് ചെയ്യുന്നു. ഇവിടെ 1 പറ്റില്ല. നമ്മൾ 10 എടുക്കും. അവിടെ 5 ഇൻറ്റു 2 10 ആണ്. പിന്നെ 4 എടുക്കും. 4 ഇൻറ്റു 2 10 ആണ്. വീണ്ടും നമ്മൾ 2 കൊണ്ട് എടുക്കും. ഇവിടെ 5 2 ഇൻറ്റു 2 4 കിട്ടും. പിന്നെ അതിന്റെ ബാലൻസ് 1 ഉള്ളത് ഇപ്പുറത്തേക്ക് 14 ആവും. അപ്പൊ 7 ഇൻറ്റു 2 14 വരും. അടുത്ത 27 ഇനി നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല അല്ലെ? 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? നമ്മൾ ഇന്നലെ ഡിവിസിബിലിറ്റിയിലൊക്കെ പഠിച്ചു. 2 കൊണ്ട് ഹരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 2, 4, 6, 8 അല്ലെങ്കിൽ 0 ഏതെങ്കിലും വരണം. ഇന്നത് ഒന്നുമല്ല വന്നിട്ടുള്ളത്. പിന്നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കാം. 3 കൊണ്ട് പറ്റും. കാരണം 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് എങ്ങനെയാ നമ്മൾ അറിയാം? നമ്മൾ ഇതിലുള്ള അക്കങ്ങളുടെ എണ്ണം തുക എടുക്കാം. ഇവിടെ 2 + 7 ചെയ്യുമ്പോൾ 9 ആണ്. 9 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമായതുകൊണ്ട് നമുക്ക് ഇതിനെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ എന്ന് മനസ്സിലാക്കാം. നമ്മൾ 3 ചെയ്തു. അപ്പൊ 9 ഇൻറ്റു 3 ആണ് 27. വീണ്ടും നമ്മൾ 3 എടുത്തു. 3 ഇൻറ്റു 3 അല്ലെ? അപ്പൊ ഇവിടെ 3 കിട്ടി. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ക്യൂബ് ആണ് വേണ്ടേ. അപ്പൊ ഇവിടെ ഒരുപോലെയുള്ള 3 ഒരുമിച്ചെടുത്തു. മനസ്സിലായോ? ഇപ്പൊ 2. അപ്പൊ നമ്മൾ അതിന് എങ്ങനെ എഴുതി? നമ്മള് 2 ഇൻറ്റു അപ്പൊ എ ക്യൂബ് അല്ലെ? നമ്മൾ എന്ത് ചെയ്തു? എ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇതിനെ 2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 ആണ് കിട്ടിയത് അല്ലെ? അപ്പൊ എ ക്യൂബ് എന്ന് പറഞ്ഞിട്ട് അതായത് എ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 216 ആണ് അല്ലെ? 216 ആണ് എന്ന് വെച്ചാൽ അത് എത്രയാണ് വരാ? 6 ആണ്. അതായത് 6 ക്യൂബ് ആണ് 216. 6 ക്യൂബ് ആണ് 216. അതായത് 6 ഇൻറ്റു 6 ഇൻറ്റു 6 ആണ് എന്ത്? 216 എന്ന് പറയുന്നത്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ അത് 6 ആണ് ഉത്തരം. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലാവാത്തവരുണ്ടോ ഈ ഒരു കാര്യം?
ഈ ഒരു കാര്യം മനസ്സിലാവാത്ത ആൾക്കാരുണ്ടോ? ഈ ഒരു കാര്യം മനസ്സിലാവാത്ത ആൾക്കാരുണ്ടോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഉത്തരം കിട്ടാത്തവരുണ്ടോ? നമ്മുടെ ക്യൂബ് കാണാ, അല്ലെങ്കിൽ നമ്മുടെ വർഗ്ഗമൂലം കാണാന്നൊക്കെ പറയുന്നത്, നമ്മൾ വർഗ്ഗമൂലം കാണുക, ക്യൂബ് റൂട്ട് കാണുക എന്നൊക്കെ പറയുന്ന സംഭവമാണ്. ഒന്നും കൂടി പറയോ? ഒന്നും കൂടി പറയാം. അതായത് നമുക്ക് ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നും കൂടി പറയാം. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു a ഇൻറ്റു a ഇൻറ്റു a ഡിവൈഡ് ബൈ 8/27 വരെ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, ഞാനിതൊന്ന് മാച്ചിട്ട് വീണ്ടും നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാം. ഒന്നും കൂടി പറയാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ ഒന്നും കൂടി പറയാട്ടോ. എന്തോ എന്തോ പറഞ്ഞോ? അവിടുന്ന് മ്യൂട്ട് ചെയ്യണേ, അവിടുന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് എ ഇൻറ്റു, ഞാൻ ഒന്നും കൂടി പറയാട്ടോ സംശയം ചോദിച്ചവർക്ക് വേണ്ടി. നമ്മൾ a ഇൻറ്റു a അല്ലെ, നമ്മൾ ഈ ഇതിന് മൂന്നിനും നമ്മൾ മുകളിലുള്ള നമ്മുടെ അംശത്തിലുള്ള മൂന്നെണ്ണത്തിന് നമ്മൾ ഇൻറ്റു ചെയ്തു, a ഇൻറ്റു a ചെയ്തു, ഡിവൈഡഡ് ബൈ 8/27 അല്ലെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ് വന്നത്. a ഇൻറ്റു a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, a ക്യൂബ് ആണ് വരാം. മനസ്സിലായി? അതായത് നമ്മൾ ഒരേപോലെ മൂന്നെണ്ണം ഇൻറ്റു ചെയ്യുമ്പോൾ a ക്യൂബ് വരും. അത് നമ്മൾ പ്ലസ് ചെയ്യണമെങ്കിലോ a പ്ലസ് a ആണെങ്കിൽ എന്ത് വരും? 3a എന്ന് വരും. അതായത് a എന്ന് പറഞ്ഞൊരു മാങ്ങയെന്ന് വിചാരിച്ചോ, ഒരു മാങ്ങ, 2 മാങ്ങ, 3 മാങ്ങ, 3 മാങ്ങ, ഇവിടെ 3 മാങ്ങ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. a പ്ലസ് a എന്ന് പറഞ്ഞാൽ 3a ആണ് അല്ലെ. അതായത് നമ്മൾ അതൊരു മാങ്ങയാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ 3 എണ്ണം കൂട്ടുമ്പോൾ നമുക്ക് 3 മാങ്ങ എന്ന് പറയുന്ന പോലെയാണ് 3a എന്ന് പറയുന്നത്. പക്ഷെ ഇൻഡു സൈൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? 3a എന്നാണ് പറയാ അല്ലെ. 3a, അതായത് എ ക്യൂബ് എന്നാണ് നമ്മൾ പറയാ. മനസ്സിലായി? a ഇൻറ്റു a ആണെങ്കിൽ a ക്യൂബ് ആണ് വരാം കേട്ടാ. ഓക്കെ, അപ്പൊ a ക്യൂബ് ഡിവൈഡഡ് ബൈ 8/27 വന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ് വന്നത്. ഇനി നമ്മൾ ഇതിന് എന്ത് ചെയ്യും? ഇതിന് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമുക്ക് കിട്ടേണ്ടത് a എന്താണെന്ന് കിട്ടേണ്ടത്. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം, a എന്താണ് കിട്ടേണ്ടതെന്നാണ്. അപ്പൊ നമുക്കിവിടെ a ക്യൂബ് ഈക്വൽ ടു നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. a ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ താഴെ കിടക്കുന്നത്, അതായത് a ക്യൂബ് ഡിവൈഡഡ് ബൈ 8/27 8/27 നമ്മൾ എന്ത് ചെയ്യും? സമചിഹ്നത്തിന്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഹരണമായിട്ട് കിടക്കുന്ന ഒരു സംഭവം സമചിഹ്നത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഗുണനമായിട്ട് മാറും. മനസ്സിലായോ? ഗുണനമായിട്ട് മാറും. 1/8/27 വന്നു. നമ്മൾ 8/27 ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടി? 8/27 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 216 എന്ന് പറഞ്ഞിട്ട് കിട്ടും. 216. ഇതിൽ നിന്ന് നമ്മൾ a കണ്ടുപിടിക്കണം. a ഈസ് ഈക്വൽ ടു എന്താണ്? ക്യൂബിക് റൂട്ട് ആണ് കാണണ്ടേ. നമ്മൾ വർഗ്ഗമൂലം കാണാം അല്ലെ, സ്ക്വയർ റൂട്ട് കാണാന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇതിന് നമ്മൾ എന്ത് ചെയ്യും? ഈ ഇതാണ് കാണേണ്ടത്. ഏത്? നമ്മുടെ ക്യൂബിക് റൂട്ട് ആണ് കാണേണ്ടത്. ക്യൂബ് റൂട്ട് കാണണം. ഓക്കെ, അപ്പൊ 216 നമ്മൾ കാണണം. അപ്പൊ 216 അതിൽ a കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 216 നമ്മൾ ഘടകങ്ങളാക്കണം, ഫാക്ടറൈസ് ചെയ്യണം. അതാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. മനസ്സിലായോ? നമുക്ക് ഏറ്റവും ചെറുത് നമുക്ക് 2, ഏറ്റവും ചെറുത് വെച്ച് നമ്മൾ തുടങ്ങും. നമ്മൾ പ്രൈം നമ്പേഴ്സ് വെച്ചിട്ടാണ് ഘടകങ്ങളാക്കുന്ന കാര്യം ചെയ്യുക. അപ്പൊ നമ്മൾ 2 ഇട്ട് ചെയ്തു അല്ലെ. ഇവിടെ 2ൽ 2 ഒരു പ്രാവശ്യമാണ് അല്ലെ. 1 × 2 ആണ്. ഇവിടെ നമുക്ക് 1ന്റെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ. 1ൽ നമുക്ക് 2 ചെയ്യാൻ പറ്റില്ല അല്ലെ. നമ്മളിവിടെ 0 ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി 6 ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറക്കിയാണ് ചെയ്യുന്നത് അല്ലെ. 6. ഓക്കെ, ഓക്കെ, നമ്മളിവിടെ 6 വന്നു. ഇവിടെ 16 അല്ലേ നമുക്ക് വന്നേ. 16 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 16 വന്നു കഴിയുമ്പോൾ ഇവിടെ 16 ആണ്. 8 × 2 16 അല്ലെ. 8 × 2 16 വരും. ഇനി നമ്മൾ വീണ്ടും നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ സാധിക്കും.
ഒന്നിൽ പറ്റില്ല, നമ്മൾ 10 എടുക്കും. 10 എടുക്കുമ്പോ 10ൽ 2 എത്ര പ്രാവശ്യം? 5 × 2 10 ആണ്. അപ്പൊ 5 വന്നു. ഇനി നമ്മൾ 8 നോക്കുമ്പോൾ എന്താണ്? 4 × 2 ആണ് 8 വരെ. നമ്മളോട് 4 കൊടുത്തു. നമുക്ക് 54 ആണ് വന്നത്. 54 വരെ നമുക്ക് വീണ്ടും 2 കൊണ്ട് ചെയ്യാൻ പറ്റും. നമ്മൾ 2 ഇട്ട് ചെയ്തു. ഇവിടെ എത്ര വരും? 2 × 2 4 ആണ് അല്ലെ? 2 × 2 നമുക്ക് 4 ആണ് വരാം. ഈ 4 കഴിയുമ്പോൾ ഇവിടെ ഒരു 1 ബാക്കിയുണ്ട് അല്ലെ? 5ൽ നമ്മൾ 4 കഴിയുമ്പോൾ ഒരു 1 ശിഷ്ടം വരും. ആ 1 നമ്മൾ ഇവിടേക്ക് കൊടുക്കും. അപ്പോൾ 14 ആയിട്ട് കണക്കാക്കും. 14 2 ചെയ്യുമ്പോൾ എന്താണ്? 7 × 2 ആണ് 14. അപ്പോൾ 27 വരും അല്ലെ? ഇനി നമ്മൾ ഈ 27 ചെയ്യുമ്പോൾ നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് 3 കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ഒരു സംഖ്യനെ 3 കൊണ്ട് ഹരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാന്നൊക്കെ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ 3 എടുത്തു അല്ലെ? 3 ഇട്ട് ചെയ്തു. അപ്പൊ 9 × 3 ആണ് 27 വരുന്നത്. ഇനി 9നെ നമുക്ക് വീണ്ടും 3 കൊണ്ട് ചെയ്യാം. 3 × 3. ഇനി നമ്മൾ ഇതിന്റെ നമുക്ക് കാണേണ്ടത് ക്യൂബ് ആയതുകൊണ്ട് നമ്മൾ 3 എണ്ണം വെച്ചെടുക്കും അല്ലെ? അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ 2 × 3 എന്ന് പറയുമ്പോൾ 6 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതായത് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ആണ്. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 6 ആണ് വരുന്നത്. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. നിങ്ങൾക്ക് ഓക്കെ ആണോ? മനസ്സിലായോ ഇത്? മിസ് ആ ലാസ്റ്റത്തെ ഒന്നും കൂടെ ഒന്ന് ചെയ്യേ? 2 × 3 2 × 3 എന്ന് പറയുന്നത് നമ്മൾ നോക്കി. നമ്മൾ ക്യൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ 3 എണ്ണമാണ് എടുക്കുന്നത് ക്യൂബില്. 3 എണ്ണം വെച്ചിട്ട് എടുക്കും. അപ്പൊ നമ്മൾ 3 2 ഉണ്ട് ഇതില് ഇല്ലേ? അപ്പൊ 3 2 ഉണ്ട്. ആ 3 2 നമ്മൾ എടുത്തു. എന്റെ താഴെ എഴുതുന്നുണ്ട്. ആ 3 2 ഉണ്ടല്ലോ, അതിൽ നിന്ന് ആ 3 2 നിന്നാണ് നമ്മൾ ഒരു 2 എടുക്കുന്നത്. ഇനി അടുത്തത് 3 3 ഉണ്ട് ഇല്ലേ? അപ്പൊ അതിൽ നിന്ന് ഒരു 3 എടുത്തു. മനസ്സിലായോ? അങ്ങനെ അത് രണ്ടും കൂടി നമ്മൾ ഗുണിക്കുന്നു. അപ്പോഴാണ് 2 × 3 നമുക്ക് 6 കിട്ടുന്നത്. അതായത് നമ്മുടെ എ ക്യൂബ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കിട്ടിയത് എന്താ? 216 എന്നാണ് പറഞ്ഞത് അല്ലെ? എ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ കിട്ടിയത് 216 എന്നല്ലേ കിട്ടിയത്? ഓക്കെ. അതിൽ എ ആണ് നമ്മൾ കണ്ടുപിടിച്ച. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? 6 ആണ് വരണത്. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ആണ് വരുന്നത്. അതായത് 6 ക്യൂബ് ആണ് 216 എന്ന് പറഞ്ഞാൽ. 216 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ക്യൂബ് ആണ് വരണത്. കിട്ടിയോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ഓക്കെ മിസ്, മനസ്സിലായി. മനസ്സിലായി. ഓക്കെ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്തേക്ക് പോവാം. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം നമ്മുടെ ബോർഡ് മാസ് ആണ് അല്ലെ? ബോർഡ് മാസ് നിങ്ങൾ ചെയ്തു തരുന്ന ഇതിന് ആൻസർ കിട്ടി കാണണം അല്ലെ? ഇതൊരാൾ സംശയം ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ബോർഡ് മാസ് വെച്ചിട്ടാണ് ഇത് ആൻസർ കിട്ടിയിരുന്ന. ആൻസർ കിട്ടിയൊരു കമന്റ് ചെയ്യാം. യെസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിന് ആൻസർ കിട്ടി. ആൻസർ എത്ര വന്നിട്ടുള്ളത്? ആൻസർ ഇതിലൊരു ഇടയ്ക്കൊരു കാരണം വന്നപ്പോഴാണ് ഇടയ്ക്ക് സംശയം വന്നത്. ഇതൊന്നു വേണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടിട്ട് ഒന്ന് ചെയ്യാം. ഇതെങ്ങനെ വരുന്നേ? 2 × അല്ലെ? 2 × നമ്മൾ രണ്ടിന്റെ ആദ്യം ബ്രാക്കറ്റിന്റെ അകത്തുള്ളത് ചെയ്യണം. അകത്തുള്ളത് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഡിവിഷൻ ആണ്. നമ്മളിവിടെ 5 × 3 നമുക്ക് തൽക്കാലം അങ്ങനെ തന്നെ വെക്കാം. പിന്നെ നമ്മൾ മൈനസ് ഇട്ട് കഴിയുമ്പോൾ 7/2 വരണേ. അപ്പൊ ഡിവിഷൻ ആദ്യം ചെയ്യണം. 7/2 എന്ന് വെച്ചാൽ എന്താ? 3.5 ആണ് വരാ. 3.5 + 6 അല്ലെ? ഇനി അടുത്ത ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. 5 × 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 ആണ്. ഇനി 15 - 3.5 + 6 വരും. ഇനി അടുത്ത ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കുറയ്ക്കേണ്ടത്. അപ്പൊ 15ഉം 6ഉം കൂടി കൂട്ടുമ്പോൾ 21 വരും. 21 - 3.5. 21 - 3.5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കുറച്ച് നോക്കിയേ. എത്ര നമുക്ക് വരാ? നമുക്ക് വരുന്നത് 17.5 ആണ് വരാ. 21 3.5 കുറയ്ക്കുക. 21 3 കുറച്ചിട്ടുണ്ടെങ്കിൽ 18 ആണല്ലോ. 18ൽ നിന്ന് ഒരു 0.5 കൂടി കുറയ്ക്കാം. 17.5 ആണ്. 2 × 17.5 എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ വരും?
35 വര. ആ 35 നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട് അല്ലെ? 35 ആൻസർ കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 35 കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? നിങ്ങളൊന്ന് ഇന്നലെ നമ്മൾ ബോർഡ് മാസ് റൂൾ പഠിച്ചു, അത് വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കിയാൽ മതി അല്ലെ? 25 കിട്ടിയ ഒരാളുണ്ട്. 25 ആൻസർ എത്രയാണ്? 35 കേട്ടാ. ഓക്കെ, അടുത്ത ചോദ്യങ്ങളിൽ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാന്ന് എനിക്ക് തോന്നുന്നു അല്ലെ? ഓക്കെ, അടുത്ത ചോദ്യം. ഈ ചോദ്യം കിട്ടിയിരുന്നോ? ഇതിന് ആൻസർ കിട്ടിയായിരുന്നോ? ആൻസർ ഒന്ന് കമന്റ് ചെയ്യാമോ? ഈ ചോദ്യത്തിന് ആൻസർ കിട്ടിയായിരുന്നോ? ഓക്കെ, അനീഷ പറഞ്ഞിട്ടുണ്ട്. 81 ആൻസർ കിട്ടിയിട്ടുണ്ട്. 81 കിട്ടിയെന്ന് പറയുന്നുണ്ട്. 81, ഒരാൾക്ക് 51, 81. നമുക്ക് 81 ആൻസർ കേട്ടാ. ആൻസർ തെറ്റി കിട്ടിയ ആൾക്കാര് എന്ത് ചെയ്യാ, ഒന്നും കൂടി ചെയ്ത് നോക്കാം. നമ്മൾ ബോർഡ് മാസം ഒരെണ്ണം ചെയ്തു, ഇനി അതുപോലെ തന്നെയാണ് അതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നും കൂടി ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടിക്കോളും. ഓക്കെ, ഞാൻ അടുത്തേക്ക് പോവാണ്. ഇത് നിങ്ങൾക്ക് ഇതിന് ആൻസർ എന്ന് പറയാമോ? ചുവടെ കൊടുക്കുന്നവയിൽ 2 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ് അല്ലെ? 2 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1ന്റെ സ്ഥാനത്ത് 0, 2, 4, 6, 8 ഇതിൽ ഏതെങ്കിലും വന്നാൽ മതി അല്ലെ? അപ്പൊ ആൻസർ ഏതാ വരുന്നേ? ആൻസർ 73,906 സി. അത് നമുക്ക് വെറുതെ നോക്കിയിട്ട് ഉത്തരം പറയാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഒരു ക്ലാസ് ഒക്കെ ആയതുകൊണ്ടാണ് വീട്ടിൽ നമ്മൾ ചെയ്യാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകുന്നത്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്? 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ നമുക്ക് നോക്കിയിട്ട് പറയാൻ പറ്റുമോ? ഓക്കെ, ഏതാണ്? നേരെ നോക്കുമ്പോൾ നമുക്ക് പറയാം. ഏത് ആൻസർ പറഞ്ഞാൽ 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നത്? ഓപ്ഷൻ സി പറയുന്നുണ്ട് അല്ലെ? ഓപ്ഷൻ സി, 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യയാണോ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? ഒട്ടയുടെ സ്ഥാനത്ത് അല്ലെ, അവസാനത്തെ 2 അക്കം, അതായത് ഒട്ടയുടെയും 10ന്റെയും സ്ഥാനത്ത് ഒന്നെങ്കിൽ 0, 0 എന്ന് വരണം, അല്ലെങ്കിൽ അവിടെ വരുന്ന സംഖ്യ 4ന്റെ ഗുണിതമായിരിക്കണം. ഇവിടെ ഓപ്ഷൻ സിയിൽ 20 എന്ന് പറയുന്ന സംഖ്യയാണ് ഏറ്റവും അവസാനത്തെ 2 സംഖ്യകൾ വന്നിട്ടുള്ളത്. 20 4ന്റെ ഗുണിതമാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഒരു സംഖ്യ എന്ന് മനസ്സിലായി. ഓക്കെ, അതൊക്കെ. ഇനി അടുത്തതാണ്, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ആൻസർ എന്താണ്? 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നത്? 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ. ഉത്തരം എ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എ എന്ന് പറഞ്ഞ ഉത്തരം പറയുന്നുണ്ട്. അതായത് ഓപ്ഷൻ എ 34, 12, 44. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? 6 കൊണ്ട് ഹരിക്കണമെങ്കിൽ ആ സംഖ്യേനെ 2 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റണം, 3 കൊണ്ടും ഹരിക്കാൻ പറ്റണം. അപ്പൊ അങ്ങനെ അതെങ്ങനെ മനസ്സിലാക്കും? 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് നമുക്കറിയാം. 1ന്റെ സ്ഥാനത്ത് ഈ പറഞ്ഞ പോലെ 0, 2, 4, 6, 8 അതിൽ ഏതെങ്കിലും വന്നാൽ മതി. ഇനി 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതെന്ന് അറിയണമെങ്കിൽ സംഖ്യകൾ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ അത് 3ന്റെ ഗുണിതമാണോ നോക്കാം. ഇവിടെ 3ന്റെ ഗുണിതമല്ലേ നോക്കിയേ, 18 എന്ന് വരും. സംഖ്യകളുടെ തുക 18, 3ന്റെ ഗുണിതമാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, ചെയ്യാത്തവർ ചെയ്ത് നോക്കാം കേട്ടോ. ചെയ്യാത്തവർ ചെയ്ത് നോക്കാം. നമ്മൾ കുറച്ച് സമയമാണ് നമ്മുടെ ക്ലാസ്. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ക്ലാസ്സിൽ ഇരുന്ന് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കണം. എല്ലാ മോഡൽ മാത്രമാണ് നമുക്ക് ക്ലാസ്സിൽ ചെയ്യിപ്പിക്കാൻ പറ്റാം. ഇനി 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ. 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ പറയുന്നുണ്ട്. അതിന്റെ ആൻസർ ഒന്ന് പറയാമോ? 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ. ഓപ്ഷൻ എ ആണ് പറയുന്നത്. 59, 71 പറയുന്നുണ്ട് അല്ലെ? 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ അല്ലെ? ഓക്കെ, ഓപ്ഷൻ എ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ പറയുന്നുണ്ട്. ഇനി ഞാൻ താഴെ പറയുന്ന ഏറ്റവും ചെറുത് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും ചെറുത് അതിന്റെ ഓപ്ഷൻ, ബാക്കിയുള്ള ഓപ്ഷൻ ഇവിടുന്ന് പോയോ? ഓക്കെ, നമുക്കിനി അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അടുത്ത ടോപ്പിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഏറ്റവും ചെറുത് ചോദിക്കുന്നുണ്ട്. താഴെ കൊടുത്തതിൽ ഏറ്റവും ചെറുത് ഏതാ നമ്മളോട് ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടിക്കാണെന്ന് തോന്നുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അല്ലെ? ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചോളൂ. ഓക്കെ, നമുക്ക് അടുത്ത നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. ടോപ്പിക്ക് സംഖ്യകൾ, അടിസ്ഥാന ക്രിയകളും നമ്മുടെ അടുത്ത ക്ലാസ് ആണ്. നിങ്ങൾക്ക് സ്ലൈഡ് എല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ,
ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഇവിടം വരെയാണ്. അതായത് 7 കൊണ്ട് നിശേഷം ഹരിക്കുന്നത് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് പറയുന്നത് 8 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ എന്ത് ചെയ്യാം. അതായത് ഒരു നമ്പർ നമ്മൾ കാണുമ്പോൾ അതിനെ 8 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതാണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെ 8 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെ? അപ്പൊ ഒരു സംഖ്യനെ 8 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ ആ സംഖ്യയിലെ അവസാനത്തെ 3 അക്കങ്ങൾ ചേർന്ന സംഖ്യ 8ന്റെ ഗുണിതമായിരിക്കണം, അല്ലെങ്കിൽ അവസാനത്തെ 3 അക്കങ്ങള് പൂജ്യങ്ങളായിരിക്കണം എന്നുള്ളതാണ്. എങ്ങനെ പറയണ്ടേ? ഒരു സംഖ്യനെ 8 കൊണ്ട് നിശേഷം ഹരിക്കണമെങ്കിൽ ആ സംഖ്യയിലെ അവസാനത്തെ 3 അക്കങ്ങൾ ചേർന്ന സംഖ്യ 8ന്റെ ഗുണിതമായിരിക്കണം, അല്ലെങ്കിൽ അവസാനത്തെ 3 അക്കങ്ങള് പൂജ്യങ്ങളായിരിക്കണം. ഇവിടെ ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മൾ ഒരു 9000 എന്ന് പറയുന്ന സംഖ്യ ഞാൻ എഴുതിയിട്ടുണ്ട്. 9128 എന്ന് പറയുന്ന സംഖ്യ ഞാൻ എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? ഈ 2 സംഖ്യകൾ നോക്കാം. ഇതിന്റെ അവസാനത്തെ 3 അക്കം എന്ന് പറയുന്നത് പൂജ്യമല്ലേ? 000 എന്ന് വരും. എന്ന് വെച്ചാൽ അതിനെ 8 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഒരു സംഖ്യയാണ് അല്ലേ എന്ന് നിങ്ങൾ നോക്കാം. ഒന്ന് ഹരിച്ചു നോക്കാം. ഒന്ന് പെട്ടെന്ന് ഹരിച്ചു നോക്കാം. നോക്കിക്കേ, നമുക്ക് 8 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതല്ലേ? അല്ലെ? 9. ഇവിടെ 1 അല്ലെ? 1 × 8 8. 1 നമ്മളിവിടെ 0 അങ്ങോട്ട് ഇറക്കിയിടുന്നു, അല്ലെ? 1 × 8 8 ഇവിടെ കൊടുക്കുന്നു. 2 വീണ്ടും 0 ഇറക്കിയിടുന്നു. 2 × 8 16 അല്ലെ? നമ്മളിവിടെ 16 കൊടുക്കുമ്പോൾ 4, ഇവിടെ 40. 5 × 8 40. അപ്പൊ നിശേഷം ഹരിക്കാവുന്നവൻ എന്താണ്? നമുക്ക് റിമൈൻഡർ അഥവാ ശിഷ്ടം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, 9000 എന്ന് പറയുന്നത് നമുക്ക് 8 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യയാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കാം. 9128 എന്ന് പറയുന്ന നമ്പർ വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഒന്നുകിൽ അവസാനത്തെ 3 അക്കങ്ങള് 0 ആയിരിക്കണം, അല്ലെങ്കിൽ അവസാനത്തെ 3 അക്കം എന്ന് പറയുന്നത് 8ന്റെ ഗുണിതമായിരിക്കണം. ഇതിൽ അവസാനത്തെ 3 അക്കം നോക്കുക. 128 എന്ന് പറയുന്നതാണ് 3 അക്കം. ഈ 128 8ന്റെ ഗുണിതമാണോ അല്ലയോ എന്ന് നമുക്ക് നോക്കണം, അല്ലെ? 128ന്റെ ഗുണിതമാണോ എന്ന് നോക്കാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വരക്കണക്ക് കൊണ്ട് നമുക്കറിയാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 128നെ 8 കൊണ്ട് ഒന്ന് ഹരിച്ചു നോക്കാം. അതായത് നമ്മൾ ഈ 9128 എന്ന് പറയുന്ന ഇത്രയും വലിയൊരു സംഖ്യനെ ഹരിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ചെറിയൊരു സംഖ്യനെ നമുക്ക് ഹരിച്ചു നോക്കാവുന്നതാണ്, അല്ലെ? അങ്ങനെ പറയുമ്പോൾ എന്തായി? 48. നമുക്ക് മനസ്സിലായി 9128നെ നമുക്ക് 8 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയാണ്. അത് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയാണെന്ന് മനസ്സിലായി. 8ന്റെ ഡിവിസിബിലിറ്റി മനസ്സിലായാ? ഒരു സംഖ്യ കാണുമ്പോൾ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് എന്ത് ചെയ്താൽ മതി? അതിന്റെ അവസാനത്തെ 3 അക്കം 0 ആണോ എന്ന് നോക്കാം, അല്ലെങ്കിൽ അവസാനത്തെ 3 അക്കം 8ന്റെ ഗുണിതമാണോ എന്ന് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലായി? അതിന് 8 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യയാണെന്ന് മനസ്സിലാവും. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് അടുത്തത് ചെയ്യാം, അല്ലെ? അടുത്തത് പറയാം. അടുത്തത് ഏതാ വരുന്നേ? അടുത്തത് 9 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യയാണ് വരുന്നത്. നമുക്ക് വളരെ എളുപ്പമാണ് 9ന്റെ പഠിക്കാനായിട്ട്. 9ന്റെ പ്രത്യേകത, ഒരു സംഖ്യനെ 9 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യയാണോ അല്ലയോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഇത്രയേ ഉള്ളൂ. അതായത് ആ സംഖ്യയിലെ അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമായിരിക്കണം എന്നൊരു ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ആ സംഖ്യയിലെ അക്കങ്ങളുടെ തുക എന്താണ്? 9ന്റെ ഗുണിതമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം. അതിലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു സംഖ്യ 10 16 10 10 16 10 എന്ന് പറയുന്ന ഒരു സംഖ്യ. ഈ സംഖ്യയിലെ അക്കങ്ങൾ ഒന്ന് കൂട്ടി നോക്കിയേ. അതായത് 1 + 0 + 1 + 6 + 1 + 0 ഒന്ന് കൂട്ടി നോക്കാം. 1ഉം 0 കൂട്ടിയാൽ 1 ആണ്. 1ഉം 1ഉം 2 ആണ്, അല്ലെ? 6ഉം 2 8 ആണ്. 8ഉം 1ഉം 9 ആണ്, അല്ലെ? നമുക്ക് എന്ത് കിട്ടി? ഇത് ഒരു 9ന്റെ ഗുണിതമല്ലേ? 9 അല്ലെങ്കിൽ 9ന്റെ ഗുണിതമാകണം. ഇതൊരു 9ന്റെ ഗുണിതമാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ സംഖ്യ നമുക്ക് 9 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഒരു സംഖ്യയാണെന്ന് മനസ്സിലായി, അല്ലെ? ഓക്കെ, ഒന്ന് ചെയ്തു നോക്കിയേ. നമ്മൾ നോട്ട് എഴുതി പോവാന്നൊരു ഈ ഡെഫിനിഷൻ എഴുതി വെക്കാട്ടോ. എഴുതാനായിട്ടുള്ള സമയം നിങ്ങൾക്ക് തരുന്നുണ്ട്, എഴുതി പോവാ. ഇനി ഞാൻ വേറൊരു നമ്പർ തരാം. 6705. ഇതിന് 9 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണോ അല്ലേ എന്നൊന്ന് നോക്കിയേ. 6705 നോക്കിക്കേ, പറ്റുമോ ഇല്ലയോ നോക്കിയേ. 9 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണോ അല്ലയോ?
പറ്റും അല്ലെ? പറ്റുമെന്ന് പറയുന്നു. നമ്മൾ ഇതിലെ അക്കങ്ങളുടെ തുക നോക്കി, അക്കങ്ങളുടെ തുക നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 6 + 7 6 + 7 + 0 + 5 ചെയ്തു അല്ലെ? 18 വന്നേ. 18 9ന്റെ ഗുണിതമല്ലേ? അതായത് 9ന്റെ ടേബിളിലുണ്ട് അല്ലെ? 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ട്. ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ മറന്നുപോയ ആൾക്കാരുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ വീണ്ടും ഒന്ന് പഠിക്കണം കേട്ടാ, കിട്ടാത്ത ആൾക്കാര്. ഇത് 18 എന്ന് പറയുമ്പോൾ 9ന്റെ പട്ടികയിലുണ്ട് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ആ കാര്യങ്ങൾ, മറന്നുപോയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പൊടി തട്ടിയെടുത്ത് കൊണ്ടുവരണം. അപ്പൊ ഇത് 9ന്റെ ഓക്കെ ആയില്ലേ? 9ന്റെ കാര്യം ഓക്കെ. നമുക്ക് അടുത്തത് നമുക്ക് 10ലേക്ക് പോവാം. 10ലേക്ക് പോകുമ്പോ ഒരു സംഖ്യനെ 10 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണ് അല്ലയോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? വളരെ സിമ്പിൾ ആണ് അല്ലെ? അതിന്റെ ആ സംഖ്യയുടെ അവസാനത്തെ അക്കം എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവസാനത്തെ അക്കം 0 ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് 10 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഒരു സംഖ്യയാണ്. എക്സാമ്പിൾ നോക്കിക്കോ. ഞാൻ പറയാം 490. 490നെ നിങ്ങൾക്ക് 10 കൊണ്ട് ഹരിച്ചൂടെ? എക്സാമ്പിൾ എഴുതി വെച്ചോ. 10 കൊണ്ട് ഹരിക്കാം അല്ലെ? നമ്മൾ ഇത്രയും ചെയ്താൽ മതി. 10 കൊണ്ട് ഹരിക്കാൻ വളരെ എളുപ്പമാണ്. ആ 0 അങ്ങോട്ട് വെട്ടിക്കളഞ്ഞാൽ മതി അല്ലെ? 1000 10 കൊണ്ട് ഹരിക്കാവുന്ന ഒരു സംഖ്യയാണ് അല്ലെ? 4820 10 കൊണ്ട് ഹരിക്കാവുന്ന ഒരു സംഖ്യയാണ് അല്ലെ? 10 കൊണ്ട് ഹരിച്ചു നോക്കൂ. ഹരിച്ചു നോക്കാം അല്ലെ? 10 കൊണ്ട് ഹരിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, എന്നാലൊന്ന് ചെയ്തു നോക്കാം. 2 നമുക്ക് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ്. ഈ ഹരണം മറന്നുപോയ ആൾക്കാര് ഹരണമൊക്കെ ഒന്ന് പഠിക്കുക കേട്ടോ. തന്നക്ക് ചെയ്ത് നോക്കാം. ഹരണം തന്നക്ക് ചെയ്തു നോക്കാം. 10 കൊണ്ടുള്ളത് ഓക്കെ ആയാ? എഴുതിയോ നിങ്ങള്? അതിന്റെ എക്സാമ്പിളും കൂടി എഴുതി വെക്കുക. ഓക്കെ, ഇനി ഞാൻ അടുത്തത് 11ന്റെ ആണ് പറയാൻ പോണത്. ഒരു സംഖ്യനെ 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാനായിട്ട് സാധിക്കും? അതിന്റെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ട് ഞാൻ പറയാം. അതായത് ഞാനിപ്പോ ഒരു നമ്പർ തരാം. അതായത് 7 8 9 7 7 8 ഒരു നമ്പർ തന്നിട്ടുണ്ട്. 78 97 78 എന്ന് പറയുന്ന ഒരു നമ്പർ തന്നിട്ടുണ്ട്. നമ്മൾ പറയുന്നത് ഒരു സംഖ്യനെ 11 കൊണ്ട് നിശേഷം ഹരിക്കണമെന്നുണ്ടെങ്കിൽ ആ സംഖ്യയിൽ ഒന്നിടവിട്ട അക്കങ്ങളുടെ തുകയുടെ വ്യത്യാസം 0-മോ 11ന്റെ ഗുണിതമോ ആയിരിക്കണം. അതായത് മനസ്സിലായോ? ഒന്നിടവിട്ട അക്കങ്ങളുടെ തുകയുടെ വ്യത്യാസം. ഒന്നിടവിട്ട അക്കങ്ങളുടെ തുകയുടെ വ്യത്യാസം. ഒന്നിടവിട്ട അക്കങ്ങൾ എടുത്തേൻ. ഇതാണ് ഒന്നിടവിട്ട അക്കങ്ങൾ അല്ലെ? ഇതാണ് ഒന്നിടവിട്ട അക്കങ്ങൾ. അപ്പൊ ആദ്യം തന്നെ എടുക്കാം. ഒന്നിടവിട്ട അക്കങ്ങൾ എടുക്കാം. 7 + 9 + 7 എടുത്തു. അതിന് തുക നോക്കിയേൻ. 9 7 16 16 23 അല്ലെ? അടുത്ത സെറ്റ് എടുത്തേൻ. 8 + 7 + 8 ആണ് വന്നത് അല്ലെ? എത്ര വരും? 23 ആണ്. ഇനി ഇതിന്റെ വ്യത്യാസം എടുക്കണം. 23 - 23 എടുക്കുമ്പോ നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. അപ്പോ നമ്മളിവിടെ എന്താ പറഞ്ഞത്? ഒരു സംഖ്യ 11 കൊണ്ട് നിശേഷം ഹരിക്കണം എന്നുണ്ടെങ്കിൽ ആ സംഖ്യയിലെ ഒന്നിടവിട്ട അക്കങ്ങളുടെ തുകയുടെ വ്യത്യാസം ഒന്നിങ്ങെ 0 ആവണം. ഇവിടെ നമുക്ക് 0 ആണ്. അല്ലെങ്കിൽ അതെന്തായിരിക്കണം? അത് ഒരു 11ന്റെ ഗുണിതമായിട്ട് മാറണം അല്ലെ? ഓക്കെ, ഇനി മറ്റൊരു നമ്പർ തരാം. 62 073 ഒന്ന് കണ്ടുപിടിക്കാമോ? 62 073 നോക്കിയേ. നോക്കിയേ കിട്ടോ? നോക്കിയേ. ഒന്നിടവിട്ട അക്കങ്ങളുടെ തുക കൂട്ടാം. ഇവിടെ നമുക്ക് 3-ഉം 0-ഉം 6-ഉം തമ്മിൽ കൂട്ടാം. അപ്പൊ എത്ര കിട്ടും? യെസ് പറഞ്ഞിട്ടുണ്ട്. 3-ഉം 0-ഉം 6-ഉം തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 9 ആണ് കിട്ടുക. ഇനി 7-ഉം 2-ഉം കൂടി കൂട്ടുമ്പോ 9 ആണ് കിട്ടുക. അത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ
0 കിട്ടും നോക്കാം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇതൊരു 11ന്റെ ഗുണിതമാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് 11ന്റെ സ്ക്വയർ ആണ് 121. 121 തീർച്ചയായിട്ടും 11ന്റെ എന്താണ് 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. കാരണം 11 × 11 ആണ് 121. അത് വെച്ച് നമുക്കൊന്ന് നോക്കാം അല്ലെ. ഒന്നിടവട്ട സംഖ്യ എന്ന് പറയുമ്പോ ഇവിടെ 1 ഉം 1 ആണ്. 1 ഉം 1 ഉം കൂട്ടുമ്പോ 2 ആണ്. പിന്നെ അതിന്റെ ഇടയിൽ ഒരു 2 ഉണ്ട്. അത് നമ്മൾ എടുത്തിട്ട് 2 - 2 ചെയ്യുമ്പോ 0 കിട്ടി. അപ്പൊ ഒരു വലിയ സംഖ്യ തരുമ്പോ അത് 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണതാണോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒന്നിടവട്ട സംഖ്യകൾ എടുത്തിട്ട് കൂട്ടാ അല്ലെ. ആ 2 സെറ്റ് നമ്മൾ കൂട്ടി കഴിയുമ്പോ അതിന്റെ വ്യത്യാസം എടുക്കുക. അതിന്റെ വ്യത്യാസം ഒന്നുകിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11ന്റെ ഗുണിതമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയെ നമുക്ക് 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യയാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയാ? നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളോട്ട് ആലോചിച്ച് നോക്കാം കേട്ടോ. നമ്മൾ 2, 3, 4, 5, 6, 2 മുതൽ 11 വരെയുള്ള നമ്പറുകളും നമ്പറുകൾ കൊണ്ട് എങ്ങനെ ഒരു സംഖ്യയെ ഹരിക്കാൻ പറ്റുന്നതാണ് എന്ന കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരു സംഖ്യ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ഏത് സംഖ്യ കൊണ്ടാണ് നിശേഷം ഹരിക്കാൻ പറ്റാന്നുള്ള കാര്യം എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാൻ അടുത്തേക്ക് പോവാണ്. ഈ പഠിച്ച സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യം വരും. ഇനി കുറച്ച് അടിസ്ഥാന ക്രിയകളുടെ കാര്യമാണ് പറയണത്. അടിസ്ഥാന ക്രിയകൾ, അതായത് നമ്മുടെ ഈ കൂട്ടലും കുറയ്ക്കലൊക്കെയാണ്. പക്ഷെ അത് രണ്ടും നമുക്ക് നെഗറ്റീവ് സംഖ്യകളും പോസിറ്റീവ് സംഖ്യകളൊക്കെ തമ്മിൽ കൂട്ടുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഫൈനൽ എങ്ങനെയാണ് വരാന്നുള്ളതാണ്. അപ്പൊ നമ്മള് സങ്കലനമാണ് പറയുന്നത്. സങ്കലനം അഥവാ കൂട്ടലാണ് പറയുന്നത്. 2 പോസിറ്റീവ് സംഖ്യകളുടെ തുക എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ പറയുന്നുണ്ട് ഇതേ 5 പ്ലസ് 3 അല്ലെ, +8 ആണ് ഉത്തരം വന്നത്. ശരിയല്ലേ? ഇനി നമ്മൾ 2 + 3 എന്ന് കൊടുത്തു. 2 പോസിറ്റീവ് സംഖ്യയാണ്, 5 പോസിറ്റീവ് 5 ആണ് വന്നത്. ആ കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം അല്ലെ. അത് എഴുതി വെച്ചോ. 2 പോസിറ്റീവ് സംഖ്യകളുടെ തുക എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ നോർമലി നമ്മൾ കൂട്ടുന്ന കാര്യമാണ്. അടുത്ത കാര്യമാണ് 2 നെഗറ്റീവ് സംഖ്യകളുടെ തുക എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ നോക്കാം, -4 + -1 രണ്ടും കൂടി കൂട്ടാ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? 2 നെഗറ്റീവ് സംഖ്യകളുടെ തുക എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഞാനിവിടെ പറയാം -7 അല്ലെ +-3 എന്ന് തന്നാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 7 ഉം 3 ഉം കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യാ? മൈനസ് സൈൻ ഇടാ. -10 എന്ന് വരും അല്ലെ. ഇപ്പൊ 2 നെഗറ്റീവ് സംഖ്യകളുടെ തുക നമുക്ക് വളരെ ആവശ്യമുള്ളതാണ്. നമ്മുടെ ക്രിയകൾ ചെയ്യുമ്പോൾ, നമ്മള് പല പ്രോബ്ലങ്ങളും ചെയ്യുമ്പോൾ ഈ ഒരു നെഗറ്റീവ് സൈനും പോസിറ്റീവ് സൈനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ നമ്മുടെ കണക്ക് അങ്ങനെ തന്നെ തെറ്റിപ്പോവും. അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. 2 നെഗറ്റീവ് സംഖ്യകളുടെ തുക എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇത്തരത്തിലുള്ള ചെറിയ അശ്രദ്ധയാണ് നമ്മുടെ പ്രോബ്ലം തെറ്റിച്ച് കളയാ. പരീക്ഷയ്ക്ക് ഒരു മാർക്ക് പോകുന്നു. അങ്ങനെയാണ്. അടുത്തത് നോക്കാം. ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും വന്നാൽ തുക കാണാനായിട്ട് അവ തമ്മിൽ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടാം. അതായത് വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടാനാണ് നമ്മൾ പറയാ. ഇവിടെ നോക്കാം, ഇവിടെ +9 ഉണ്ട്, -3 ഉണ്ട്. നമ്മൾ വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ ഇടാം. 9ൽ നിന്ന് നമ്മൾ 3 കുറച്ചു, ഇനി 9ന്റെ സൈനായുള്ള പ്ലസ് ഇട്ടു അല്ലെ. ഇനി ഞാൻ വേറൊരു സംഖ്യ തരാം. -16 +2. നമ്മളപ്പോ എന്ത് ചെയ്യണം? ഉത്തരം പറഞ്ഞേ. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ ഇടാം. വലുത് 16 ആണ്. 16ൽ നിന്ന് നമ്മൾ 2 കുറയ്ക്കുന്നു അല്ലെ. 16ൽ നിന്ന് 2 കുറയ്ക്കുമ്പോ എന്താ? 14 ആണ് വരാ. അതെന്ത് വരും? -14 ആണ് വരാം അല്ലെ. -14 ആണ് നമുക്ക് ഉത്തരം വരാം. ഓക്കെ അല്ലേ? -14 ഉത്തരം വരും. വേറൊരു കണക്ക് പറയാം. 42 +-64. ഇതിന്റെ ഉത്തരം ഒന്ന് കണ്ടു പറഞ്ഞേ. 42 +-64.
ആൻസർ വന്നിട്ടുണ്ട്. ആതിര ജോസ് ഇട്ടുണ്ട് -22. സബ്ന അല്ലെ, ഷബ്ന, ഏഞ്ചലിൻ രാജൻ -22. ജിസ് ഫ്രെഡി -22 അല്ലെ. -20, അതായത് നമ്മൾ 64 42 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താ വരാ, 22 ആണ്. അപ്പൊ വലിയ സംഖ്യ 64 ആണ്, അതിന്റെ മൈനസ് സൈൻ നമ്മൾ ഇട്ടു, -22. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി അടുത്തത് പറയുന്നതാണ്, രണ്ട് സംഖ്യകളുടെ തുക 0 ആയാൽ അവ പരസ്പരം സങ്കലന വിപരീതങ്ങളായിരിക്കും. സങ്കലന വിപരീതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ അതിന് ഉത്തരം 0 വരണമെങ്കിൽ എന്തായിരിക്കണം, അതിൽ ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആയിരിക്കണം. അതായത് -+7 +-7 രണ്ടും നമ്മൾ ക്യാൻസൽ ആയി പോയി, 0 ആണ് പറയണത്. നമ്മൾ +7ന്റെ സങ്കലന വിപരീതം എന്ന് പറയുന്നത് -7 ആയിരിക്കും. -8 +8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, -8 +8 എന്ന് വെച്ചാല് 8 8 കുറച്ചു അല്ലെ, നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് 0 ആണ് വരാം. ഇനിയിപ്പോ 42 +-42 എന്ന് പറഞ്ഞാലോ, ഓക്കെ, എന്താണ്, 0 ആണ് വരാം അല്ലെ, രണ്ടും തമ്മിൽ ക്യാൻസൽ ആയിട്ട് പോകും. ഇത്രയും കാര്യം ഓക്കെ ആയാ? രണ്ട് പോസിറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടാണെങ്കിൽ രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് പോസിറ്റീവ് സൈൻ അല്ലെ, രണ്ട് നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടാണെങ്കിൽ രണ്ടും കൂടി കൂട്ടാ, എന്നിട്ട് നെഗറ്റീവ് സൈൻ ഇടാം. ഇനി ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും കൂടി കൂട്ടാൻ വന്നിട്ടുണ്ടെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടുന്നു. ഓക്കെ, രണ്ട് സംഖ്യകളുടെ തുക 0 ആയിട്ടുണ്ടെങ്കിൽ അവ പരസ്പരം സങ്കലന വിപരീതങ്ങൾ ആയിരിക്കും. ഇത് ഓക്കെ ആയോ? ഇത് ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് വിചാരിക്കണം. സങ്കലനം കഴിഞ്ഞാൽ നമുക്ക് എന്തിലേക്ക് പോകണം, ഇനി വ്യവകലനത്തിലേക്ക് പോകണം അല്ലെ. വ്യവകലനത്തിലേക്ക് പോവാം. വ്യവകലനം, അതിന്റെ ഇടയിൽ ഒരു കാര്യമുണ്ട്, സങ്കലന വിപരീതം 0 ആയ ഏകസംഖ്യ 0. 0ന് നെഗറ്റീവോ പോസിറ്റീവോ ചിഹ്നം എന്തെങ്കിലും ഉണ്ടാ? നെഗറ്റീവ് പോസിറ്റീവ് ചിഹ്നമൊന്നുമില്ല. അപ്പൊ സങ്കലന വിപരീതം 0 ആണ് 0ന്. ഇനി വ്യവകലനം അല്ലെ, വ്യവകലനം അഥവാ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നു. ജിൻസി അബി സ്ക്രീനിൽ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം വ്യവകലനം അല്ലെ. വ്യവകലനം, സബ്ട്രാക്ഷൻ നമുക്ക് നോക്കാം. ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം, കുറയ്ക്കാനുള്ള സംഖ്യയുടെ സങ്കലന വിപരീതം കൂട്ടിയാൽ മതി എന്നാണ് പറയുന്നത് അല്ലെ. ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ കുറയ്ക്കാനായിട്ട് കുറയ്ക്കാനുള്ള സംഖ്യയുടെ ആ കോംപ്ലിക്കേഷൻ ഒന്നും നമുക്ക് വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഇവിടെ പ്രോബ്ലം ആയിട്ട് ചെയ്താൽ മതി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, 8 -3 അല്ലെ. ഓക്കെ, നമ്മളോട് പറഞ്ഞതാണ് ഇതൊക്കെ, ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ കുറയ്ക്കാനായിട്ട് കുറയ്ക്കാനുള്ള സംഖ്യയുടെ സങ്കലന വിപരീതം കൂട്ടിയാൽ മതി. കുറയ്ക്കാനുള്ള സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇവിടെ വരണത് അല്ലെ. സങ്കലന വിപരീതം എന്ന് പറയുമ്പോൾ ഇവിടെ -3ന്റെ സങ്കലന വിപരീതം എന്ന് പറയുന്നത് പ്ലസ് ആണ്, +3 അല്ലെ. +3 കൂട്ടിയാൽ മതി, അപ്പൊ നമുക്ക് 11 വരും. അതായത് മറ്റൊരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗുണനം കൂടി പഠിക്കാൻ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഈ മൈനസിനെ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള മൈനസ് ആയിട്ട് നമ്മൾ ഇൻഡു ചെയ്യും. മൈനസിന്റെ മൈനസ് പ്ലസ് ആണ് വരാ, മൈനസിന്റെ മൈനസ് പ്ലസ് ആണ് വരാ. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതിയാണ്, തിയററ്റിക്കലായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. അതായത് ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാനുള്ള സംഖ്യ ഏതാണോ അതിന്റെ സങ്കലന വിപരീതം കൂട്ടിയാൽ മതി. ഇവിടെ കുറയ്ക്കാനുള്ള സംഖ്യ -3 ആണ് നമ്മൾ കുറയ്ക്കേണ്ടത്, അതിന്റെ സങ്കലന വിപരീതം +3 ആണ്. നമ്മൾ 8 + 3 ചെയ്യുമ്പോൾ 11 കിട്ടി. ഇനി അടുത്തൊരു സംഖ്യ നോക്കാം, -3 +4 ആണ് വന്നിട്ടുള്ളത് അല്ലെ. ഇത് നമുക്ക് എന്ത് വരും, ഇതിൽ നമുക്ക് എങ്ങനെ വരും, ഇത് രണ്ടും കൂടി ചെയ്യുമ്പോ നമുക്ക് കുറയ്ക്കാനുള്ള സംഖ്യ എന്താണ്, നമുക്ക് ഈ നമ്മൾ +4 ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. +4ന്റെ സങ്കലന വിപരീതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, -4 വരാ. മനസ്സിലായോ, -4 ആണ് വരാ. ഓക്കെ, നമുക്ക് -7 നമുക്ക് ആൻസർ വരും. ഓക്കെ, നമുക്ക് ഗുണനം കൂടി പഠിച്ചിട്ട് ഇതിലേക്ക് ഒന്നും കൂടി വരാം. ഓക്കെ, ഗുണനം കൂടി പഠിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഇതിനകത്തേക്ക് വരാം. അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, ഗുണനം കുടിക്കാം. ഓക്കെ, ഗുണനം നോക്കാം. രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ
രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ ഗുണനഫലം ഒരു പോസിറ്റീവ് സംഖ്യയായിരിക്കും. അത് നമുക്ക് ശ്രദ്ധിക്കാം. രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ ഗുണനഫലം എന്തായിരിക്കും? രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ ഗുണനഫലം പോസിറ്റീവ് സംഖ്യയായിരിക്കും. അത് നമുക്ക് എപ്പോഴും അറിയുന്ന കാര്യം. നമ്മൾ 2x3 ചെയ്തു അല്ലെ? പോസിറ്റീവ് സംഖ്യയാണ്. 2x3 എന്ന് പറയുന്നത് രണ്ടും പോസിറ്റീവ് സംഖ്യയാണ്. ഗുണനഫലം ഇപ്പൊ 6 എന്ന് പറയുന്നത് പോസിറ്റീവ് 6 ആണ് അല്ലെ? നമ്മൾ 15x4 രണ്ടും പോസിറ്റീവ് സംഖ്യയാണ്. 15x4 60 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ആ കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇനി പറയണ രണ്ട് നെഗറ്റീവ് സംഖ്യകളുടെ ഗുണനഫലം ഒരു പോസിറ്റീവ് സംഖ്യ ആയിരിക്കും. നോക്കാം, രണ്ട് നെഗറ്റീവ് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കാം. -5 ഇൻറ്റു -4 ഉത്തരം എന്താ പറയാ? പോസിറ്റീവ് 20 ആണ് വരാ. മനസ്സിലായ? രണ്ട് മൈനസ് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോ അതിന്റെ സൈൻ പോസിറ്റീവ് ആയിട്ട് മാറും. നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് മൈനസ് തമ്മിൽ കൂട്ടാണെങ്കിൽ കൂട്ടിയിട്ട് മൈനസ് സൈൻ തന്നെ വരാം. പക്ഷെ ഇൻറ്റു ചെയ്യുമ്പോ എന്താണ്? രണ്ട് മൈനസ് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോ എന്താ വരാ? രണ്ട് മൈനസ് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോ അത് പോസിറ്റീവ് ആയിട്ട് മാറും അല്ലെ? പറഞ്ഞു ഇവിടെ നോക്കിയാൽ -4 ഇൻറ്റു -6. ഒന്ന് ആൻസർ കമന്റ് ചെയ്തേ. -4 ഇൻറ്റു -6. -4 ഇൻറ്റു -6 ആൻസർ എന്താ പറഞ്ഞേ? -4 ഇൻറ്റു -6 ഓക്കെ +24 കേട്ടാ. -24 അല്ല, മൈനസ് പറഞ്ഞിട്ടുണ്ട്. +24 വരും. ഓക്കെ, അടുത്ത നോക്കിയാൽ ഒരു പോസിറ്റീവ് സംഖ്യയുടെയും ഒരു നെഗറ്റീവ് സംഖ്യയുടെയും ഗുണനഫലം ഒരു നെഗറ്റീവ് സംഖ്യ ആയിരിക്കും അല്ലെ? ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും തമ്മിൽ നമ്മൾ ഇൻഡ്യൂ ചെയ്താൽ അതിന്റെ ഗുണനഫലം എന്തായിരിക്കും? ഒരു നെഗറ്റീവ് സംഖ്യ ആയിരിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം അല്ലെ? അതിന്റെ എക്സാമ്പിൾ നോക്കാം. -5 ഇൻറ്റു 4. ആൻസർ എന്താ പറയാ? ആൻസർ ഏത് വരും? -5 ഇൻറ്റു 4 എന്ന് പറയുമ്പോ 5 ഇൻറ്റു 4 20 ആണ്. 5 ഇൻറ്റു 4 20. ഏത് 20? -20 വരും അല്ലെ? -20 ആണ് വരാ. ഓക്കെ, -20. ഇനി -4 ഇൻറ്റു -7. ആൻസർ പറഞ്ഞേ. -4 ഇൻറ്റു -7. +28 അല്ലെ? ധന്യാനിക്സൺ ആൻസർ പറഞ്ഞിട്ടുണ്ട്. 7 4 28 അല്ലെ? +28 വരും. ഓക്കെ, അപ്പൊ ഗുണനത്തിന്റെ കാര്യം ഓക്കെ ആയാ? ഗുണനത്തിന്റെ കാര്യം ഓക്കെ എന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി നമുക്ക് പറയേണ്ടത് ഹരണത്തിന്റെ കാര്യമാണ്. ഓക്കെ, ഹരണത്തിന്റെ കാര്യത്തിലേക്ക് പോവാം. ഹരണം. ഹരണത്തിലേക്ക് വരുമ്പോ രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ ഹരണഫലം പോസിറ്റീവ് സംഖ്യ ആയിരിക്കും. രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ ഹരണഫലം പോസിറ്റീവ് സംഖ്യ ആയിരിക്കും. നോക്കിയേ, നമ്മളിപ്പോ 8/2 ചെയ്തു അല്ലെ? 4 അല്ലേ? പോസിറ്റീവ് അല്ലേ? 8/2 10/5 ചെയ്തു 2 പോസിറ്റീവ് അല്ലേ? അതിൽ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യമാണ്. ഇനി രണ്ട് നെഗറ്റീവ് സംഖ്യകളുടെ ഹരണഫലം പോസിറ്റീവ് സംഖ്യ ആയിരിക്കും. ഇവിടെ നോക്കാം, -20 ഡിവൈഡഡ് ബൈ -10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ എന്താ പറയാ? 20/10 2 +2 ആയിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. ഓക്കെ, +2 ആണ് നമുക്ക് ആൻസർ വരുന്നുണ്ടാവുക. +2. രണ്ട് നെഗറ്റീവ് സംഖ്യകളുടെ ഹരണഫലം പോസിറ്റീവ് സംഖ്യ ആയിരിക്കും. ഓക്കെ, ഒന്നുകൂടി അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. -25 ഡിവൈഡഡ് ബൈ -5. ആൻസർ എന്താ പറയാ? നമ്മൾ സാധാരണ പോലെ ഇങ്ങ് ഹരിക്കുക. 25/5 ചെയ്യാം. അപ്പൊ എത്ര വരും? 5 ആണ് നമ്മൾ ഉത്തരം വരാം. അതെന്തായിരിക്കും? +5 ആയിരിക്കും നമുക്ക് ഉത്തരം വരുന്നുണ്ടാവുക. ഓക്കെ, +5 ആണ് ഉത്തരം വരുന്നുണ്ടാവുക. ഇനി അടുത്തത് ഒരു പോസിറ്റീവ് സംഖ്യയുടെയും നെഗറ്റീവ് സംഖ്യയുടെയും ഹരണഫലം നെഗറ്റീവ് സംഖ്യയായിരിക്കും. ഒരു പോസിറ്റീവ് സംഖ്യയുടെയും നെഗറ്റീവ് സംഖ്യയുടെയും ഹരണഫലം എന്ന് പറയുന്നത് എന്താ? ഹരണഫലം എന്ന് പറയുന്നത് നെഗറ്റീവ് സംഖ്യയായിരിക്കും.
നോക്കാം. ഒരു പോസിറ്റീവ് സംഖ്യ ഞാൻ എടുത്തു 48 പ്ലസ് 48. നെഗറ്റീവ് സംഖ്യ ഞാൻ എടുത്തു ഹരണം -2 എടുത്തു. ഇതിന്റെ ആൻസർ എന്താ പറയാ? 48 ഡിവൈഡഡ് ബൈ -2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 48 ഡിവൈഡ് ബൈ 2 എന്താണ്? ആൻസർ 24 ആണ്. നമ്മൾ ഇതിന് ഏത് സൈൻ ഇട്ട് കൊടുക്കണം? നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് സംശയം വരാം, ഇത് അംശത്തിനാണോ ഛേദത്തിനാണോ? ഏതിനാണെങ്കിലും. ഇനി -48 ഡിവൈഡഡ് ബൈ -2 ആണെങ്കിൽ എന്താ പറയാ? -24. അംശത്തിനാണോ ഛേദത്തിനാണോ? അങ്ങനെയൊന്നുമില്ല അല്ലെ? ഏത് സംഖ്യയാണെന്നൊന്നുമില്ല. ഈ നമുക്ക് ഹരിക്കാൻ തന്നിരിക്കുന്ന സംഖ്യയിൽ ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവ് ആണെങ്കിൽ ഒന്നും ആലോചിക്കണ്ട, രണ്ടും തമ്മിൽ ഹരിച്ചിട്ട് നേരെ എന്ത് ചെയ്യാ? മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? നേരെ മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ള കാര്യം. ഇത്രയും കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? ഓക്കെ, ഞാൻ കുറച്ച് പ്രോബ്ലം ഇതിന്റെ കൂടെ നമുക്ക് ഒന്ന് ഇട്ട് തരാം. നിങ്ങൾക്ക് ഒന്നുകൂടി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് എഴുതി നോക്കാം. സ്ക്രീനിൽ ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. ഓക്കെ, നമ്മളപ്പോ ഇത്രയും നേരം പറഞ്ഞ എന്തൊക്കെയാണ്? ഒരു പ്ലസും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? പ്ലസ് ആണ് നമുക്ക് ആൻസർ വരാം അല്ലെ? ഒരു പ്ലസും കൂടി നമ്മൾ ചെയ്യുമ്പോൾ എന്താ വരുന്നേ? ഒരു പ്ലസും കൂടി ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് പോസിറ്റീവ് ആണ് വരാം അല്ലെ? ഓക്കെ, ഇനി ഒരു പ്ലസ് സംഖ്യയും കൂടി നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഏതാ? പോസിറ്റീവ് ആണ് വരാം. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ ഒരു 3 + 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി അല്ലെ? ഇനി ഒരു മൈനസ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും കൂടി നിങ്ങൾ കൂട്ടാണ്. ആൻസർ എന്ത് വരും? നമുക്ക് എന്ത് ചെയ്യാം? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടാം അല്ലെ? അപ്പൊ നമ്മൾ 3യിൽ നിന്ന് 2 കുറച്ചിട്ട് 3യുടെ സൈൻ ഇടും. അപ്പൊ എന്ത് ആൻസർ വരും? -1 നമുക്ക് ആൻസർ വരും അല്ലെ? ഇനി നെക്സ്റ്റ് -3 + -3 അല്ലെ? -3 + -3 ചെയ്യാണ്. നമുക്ക് ആൻസർ എന്ത് വരും? -3 + -3 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? നമ്മൾ രണ്ടും കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യും? മൈനസ് സൈൻ ഇടും അല്ലെ? രണ്ടും കൂടി കൂട്ടിയിട്ട് മൈനസ് സൈൻ ഇടുന്നു. അപ്പൊ ഈ നമ്മുടെ ഈ പ്ലസിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ? ഓക്കെ, നമ്മൾ ഗുണനം പറഞ്ഞിട്ട് വ്യവകലനത്തിലേക്ക് പോവാം. ഗുണനത്തിന്റെ കാര്യത്തിലേക്ക് പോവാം. നമ്മൾ 3 × 3 രണ്ടും പോസിറ്റീവ് ആണ്. 3 × 3ന്റെ ആൻസർ എന്ത് വരും? 3 × 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 ആണ് വരാ. +3 × +3 എന്ന് പറയുമ്പോ +9 ആണ് വരണത് അല്ലെ? +9. ഓക്കെ അല്ലേ? അതിന് സംശയം വരേണ്ട കാര്യമില്ല. -3 × +3 വന്നാൽ എന്താ ആൻസർ വരാ? -3 × +3 വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ എന്ത് വരും? 3 × 3 9 -9 വരും അല്ലെ? ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് കിട്ടി വരുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ സൈൻ പഠിച്ചിട്ട് ഈ സൈൻ നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവില്ല. കുഴപ്പമില്ല, അതാണ് നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയുന്നത്. ഇനി -3 × -3 വരുമ്പോ എന്താ വരണേ? നിങ്ങൾ സ്ക്രീനിൽ നിന്ന് നിങ്ങൾ വരയ്ക്കാതിരിക്കുക കേട്ടോ സ്ക്രീനിനകത്ത്. ഓക്കെ,
സ്ക്രീനിൽ മറ്റൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, ഇനി -3 ഇൻറ്റു നമ്മൾ -3 നമ്മൾ പറയുമ്പോൾ എന്ത് വരും? -3 ഇൻറ്റു -3 പറഞ്ഞിട്ടുണ്ടെങ്കിൽ +9 വരാം അല്ലേ? ഓക്കെ, ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് -3 പ്ലസ് -3 പ്ലസ് 9. നമുക്ക് എത്ര ആൻസർ വന്നത്? -3 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ എന്ത് ആൻസർ വരും? 9-ൽ നിന്ന് നമ്മൾ 3 കുറയ്ക്കുന്നു, 6 വരുന്നു അല്ലേ? ഇനി ഞാൻ പറയാണ് 3 പ്ലസ് -9. ആൻസർ എന്താ പറയാ? 3 പ്ലസ് -9 -6 ഇവിടെ ആൻസർ പറഞ്ഞു. അതായത് നമ്മൾ ഈ പ്ലസും ഈ മൈനസും നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് ഒന്ന് ഇൻഡു ചെയ്യാം. പ്ലസ് ഇൻറ്റു മൈനസ് വരുമ്പോ എന്താ ആൻസർ വരുന്നേ? പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് അല്ലേ? അതായത് ഒരു പ്ലസ് സംഖ്യയും ഒരു മൈനസ് സംഖ്യയും നമ്മൾ ഇൻഡു ചെയ്ത ആൻസർ മൈനസ് ആണ് പറയണേ. അപ്പൊ 3 - 9 എന്ന് വരും. അതായത് ഈ പ്ലസ് ഇൻറ്റു നമ്മൾ ഈ പറഞ്ഞ ഇതുണ്ടല്ലോ, ഈ പ്ലസ് ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ മൈനസ് ആവും. 3 - 9. ഇപ്പൊ 3 - 9 എന്ന് പറയുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് നമ്മൾ വലുതിന്റെ സൈൻ ഇടുമ്പോൾ -6 കിട്ടും. ഇത്തരം കാര്യം നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടോ? ഇത്തരം കാര്യം ഓക്കെ ആണോ? സൈനിന്റെ കാര്യം. നമ്മൾ ഹരണം കൂടി ഞാൻ പറയാം. ഹരണത്തില് ഓക്കെ, -50 ഡിവൈഡഡ് ബൈ 2. ആൻസർ പറഞ്ഞേ. -50 ഡിവൈഡഡ് ബൈ 2 ആണ്. -50 ഡിവൈഡഡ് ബൈ 2. 50 ഡിവൈഡഡ് ബൈ 2. 25 വരും. ഏത് 25? -25 വരും അല്ലെ? ഇനി -50 ഡിവൈഡഡ് ബൈ -2. ആൻസർ പറഞ്ഞേ. -50 ഡിവൈഡഡ് ബൈ -2. ആൻസർ പറഞ്ഞേ. +25 അല്ലെ? +25. അടുത്തത് 2 ഡിവൈഡഡ് ബൈ -50. ആൻസർ പറഞ്ഞേ. 2 ഡിവൈഡഡ് ബൈ -50. ആൻസർ പറ. 2 ഡിവൈഡഡ് ബൈ -50. 2 ഡിവൈഡഡ് ബൈ -50 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ എന്താ വരേണ്ടത്? നമ്മുടെ 2 ഡിവൈഡഡ് ബൈ -50 എന്ന് പറയുമ്പോഴേ ഒന്ന് കരിച്ചേ. 2 ഡിവൈഡഡ് ബൈ 50 എന്താണ്? 2 ഡിവൈഡഡ് ബൈ 50 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഡിവൈഡഡ് ബൈ 50 എന്ന് വെച്ചാൽ 1/25 അല്ലേ? 2 ഡിവൈഡഡ് ബൈ -50 ആണ്. അപ്പൊ എന്ത് വരും? -1/25. -1/25. ഓക്കെ, ഈ നമ്മുടെ ഈ ക്രിയകള് നെഗറ്റീവ് പോസിറ്റീവ് സൈൻ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടോ? നെഗറ്റീവ് പോസിറ്റീവ് സംഭവങ്ങളൊക്കെ? ഓക്കെ, അനീഷ്, ജിസ്പ്രെഡ്, ഏഞ്ചലിന്റെ അതിനൊക്കെ യെസ് പറയുന്നുണ്ട്. നമുക്ക് കമന്റ് സ്ഥിരം പറയുന്നവരാണ് കമന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒന്നും ചെയ്യാണ്ട് വെറുതെ നമ്മുടെ ക്ലാസ്സിന്റെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പേനും ബുക്ക് എടുത്ത് വേഗം വേഗം ചെയ്തു നോക്കണണ്ടാ. ചെയ്തു നോക്കാം. ഓക്കെ, വിജി ബേബി, എല്ലാവരും സിമി കേപ്പോൾസിനൊക്കെ യെസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം അല്ലെ? അഡീഷണൽ ലാസ്റ്റത്തെ പോയിന്റ് ഒന്ന് പറഞ്ഞു. ഹരണത്തിലാണോ? അല്ല, അഡീഷണൽ. അഡീഷനിലോ? ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഇൻഡു ചെയ്യുന്ന കാര്യമാണോ ഉദ്ദേശിച്ചത്? ഇൻഡു ചെയ്യുന്ന കാര്യമാണോ പറഞ്ഞത്? പേജ് എന്തോ ഏറ്റവും ലാസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞില്ലേ? സങ്കലന വിപരീതോ അങ്ങനെ. സങ്കലന വിപരീതം അല്ലേ? ഓക്കെ, അത് പറയാം. ഞാൻ സ്ലൈഡ് ഒന്ന് എടുക്കാട്ടാ. സ്ലൈഡിലേക്ക് പോവാം. ഇതല്ലേ നമ്മുടെ ഹരണം ഗുണനം അല്ലേ? വ്യവകരണം പറഞ്ഞപ്പോഴായിരിക്കും അല്ലെ? വ്യവകരണത്തിലല്ലേ സംശയം വന്നത്? അതെ.
അതായത് ഒരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ കുറയ്ക്കാനായിട്ട് സംഖ്യയുടെ സങ്കലന വിപരീതം കൂട്ടിയാൽ മതി എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. സങ്കലന വിപരീതം കൂട്ടിയാൽ മതി എന്ന് വെച്ചാല് നമ്മളിപ്പോ പറഞ്ഞു 8 - -3 എന്ന് പറഞ്ഞു അല്ലെ. നമുക്കിതിന്ന് കുറയ്ക്കേണ്ട സംഖ്യ -3 അല്ലെ. അപ്പൊ ഈ -3ന്റെ സങ്കലന വിപരീതം എന്ന് പറഞ്ഞാൽ എത്രയാ? +3 അത് ഇതിന്റെ കൂടെ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് 11 ആൻസർ വരുന്നു. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യം. ഇനി ഇത് രീതിയിലേക്ക് പോകണമെന്നില്ല. നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? നിങ്ങളിപ്പോ ഗുണനം പഠിച്ചു അല്ലേ? നിങ്ങൾ നോക്കുക, ഈ മൈനസിനെ ഈ കിടക്കുന്ന ഈ മൈനസ് ഉണ്ടല്ലോ, അതിന് ഈ ബ്രാക്കറ്റിലുള്ള മൈനസ് ആയിട്ട് ഒന്ന് ഇൻഡു ചെയ്യാം. മൈനസ് ഇൻറ്റു മൈനസ് എന്താ? പോസിറ്റീവ് അല്ലേ? അപ്പൊ അതെന്തായി? മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ്. ഓക്കെ, നമുക്കവിടെ എന്ത് കിട്ടുന്നു? +3 കിട്ടും അല്ലേ. നമ്മളത് കൂട്ടിയാൽ മതി. മനസ്സിലായോ? ക്ലിയർ ആയോ? മിസ് അതെ, ഇതിനു മുൻപത്തെ പറഞ്ഞ ഇതിലേക്ക് വരും മുമ്പ് നമ്മള് സബ്ട്രാക്ഷൻ അതിന് മുൻപായിട്ട് ഞാൻ പറഞ്ഞില്ലേ മിസ്? ഏത്? ഇതിനു മുമ്പ് ഇതിനു മുന്നേ അഡീഷൻ ആണ്. ലാസ്റ്റ് പോയിന്റ്. അഡീഷണൽ ലാസ്റ്റ് പോയിന്റ്. അഡീഷണൽ ലാസ്റ്റ് പോയിന്റ് ഇവിടെയാണോ? സങ്കലന വിപരീതം എന്ന് പറഞ്ഞില്ലേ, അതാ മനസ്സിലാവാത്ത. സങ്കലന വിപരീതം മനസ്സിലാവുന്നത്. സങ്കലന വിപരീതം അതായത് നമ്മൾ പറഞ്ഞത് ഇപ്പൊ ഒരു പ്ലസ് ഇട്ട ഒരു സംഖ്യ ഉണ്ട്, അതിന്റെ സങ്കലന വിപരീതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് ആയിരിക്കും. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ഒരു പ്ലസ് സംഖ്യയുടെ സങ്കലന വിപരീതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മൈനസ് ആയിരിക്കും. ഒരു മൈനസ് സംഖ്യയുടെ സങ്കലന വിപരീതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് ആയിരിക്കും. അതാണ് നമ്മൾ സങ്കലന വിപരീതം എന്ന് ഉദ്ദേശിച്ചത്. മനസ്സിലായി? ഇപ്പൊ ഒരു -8 എന്ന് പറയുമ്പോൾ അതിന്റെ സങ്കലന വിപരീതം എന്ന് പറയുന്നത് +8 ആയിരിക്കും. അപ്പൊ അത് രണ്ടും തമ്മിൽ നമ്മൾ കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടും തമ്മിൽ ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് 0 ആണ് ആൻസർ വരാം. +8 - -8 കൂടി കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം 0 ആയിരിക്കും വരണ്ടാവുക. അപ്പൊ രണ്ട് സംഖ്യകള് എന്ന് പറയുന്നത് സങ്കലന വിപരീതങ്ങളാണെങ്കിൽ അതിന്റെ ഉത്തരം 0 ആയിരിക്കും. അതായത് നമുക്ക് കൂട്ടാനുള്ള രണ്ട് സംഖ്യകള് സങ്കലന വിപരീതങ്ങളാണെങ്കിൽ അതിന്റെ ഉത്തരം എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് നമ്മളോട് ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് കുറച്ച് ഇനി വ്യുൽക്രമം എന്ന് പറയുന്ന ഒരു കാര്യം പഠിക്കാം. വ്യുൽക്രമം, അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ റെസിപ്രോക്കൽ എന്ന് പറയും. പണ്ട് നമ്മൾ എന്താ പറയാ, തലതിരിച്ചെഴുതുന്ന ഒരു പരിപാടിയാണ് അല്ലെ. നമ്മൾ എ എന്ന് പറയുന്ന ഒരു സംഖ്യ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എയുടെ വ്യുൽക്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1/a ആണ് പറയാ. എന്നാൽ 10 എന്ന് പറയുന്ന സംഖ്യയുടെ വ്യുൽക്രമം എന്തായിരിക്കും? 1/10 ആയിരിക്കും. 0 എന്ന് പറയുന്ന സംഖ്യക്ക് വ്യുൽക്രമം ഇല്ല. ഇനി നമ്മളോട് അടുത്ത പോയിന്റ് പറഞ്ഞതാണ്, ഒരു സംഖ്യയുടെയും അതിന്റെ വ്യുൽക്രമത്തിന്റെയും ഗുണനഫലം എപ്പോഴും 1 ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു സംഖ്യ എന്ന് പറയുന്നത് 10 ആണ്. 10ന്റെ വ്യുൽക്രമം എന്ന് പറയുന്നത് 1/10 ആണ്. അതിന്റെ ഗുണനഫലം എപ്പോഴും 1 ആയിരിക്കും. നിങ്ങൾ നോക്കി, ഗുണനഫലം 1 വരാൻ പറ്റുള്ളൂ. 1/1 എന്ന് വെച്ചാൽ 1. ഒരു സംഖ്യയുടെ വ്യുൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിനെ നേരെ തലതിരിച്ചെഴുതുന്ന സംഭവമാണ് അല്ലെ. നമ്മൾ 5 എന്ന് പറയുന്ന നമ്പർ എടുത്തു. അത് 5 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ ആലോചിക്കുക, 5/1 എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്ന നമ്പറാണ് 5/1. അപ്പൊ അതിന് നമ്മൾ തലതിരിച്ചെഴുതാണ്. അതാണ് എന്ത്? 1/5 എന്ന് പറയുന്നത്. അതിന്റെ ഗുണനഫലം നോക്കുമ്പോ നമ്മളെല്ലാം വെട്ടിപ്പോയി അല്ലെ. നമുക്ക് എന്താ കിട്ടുന്നേ? 1 ആണ് ആൻസർ കിട്ടുന്നത് അല്ലേ. ഇനി ഞാൻ വേറൊരു ഭിന്നസംഖ്യ പറയാം. 2/3 എന്ന് പറയുന്ന ഒരു നമ്പർ ഞാൻ എടുത്തു. അതിന്റെ വ്യുൽക്രമം എന്താ പറയാ? നേരെ തലതിരിച്ചെഴുതിക്കോ. 3/2 ആണ് വ്യുൽക്രമം, അഥവാ റെസിപ്രോക്കൽ. അത് ഇൻഡു ചെയ്തു. 3 വെട്ടിപ്പോയി, 2 ക്യാൻസൽ ആയി പോയി. നമുക്ക് എന്താ വ്യുൽക്രമത്തിന്റെ വിപരീതം എന്താ? ആൻസർ ഗുണനഫലത്തിന്റെ വ്യുൽക്രമത്തിന്റെ ഗുണനഫലം എന്താ? ആൻസർ 1 ആണ് വരണേ. മനസ്സിലായോ? ഈ കാര്യം മനസ്സിലായോ? ഇനി ഞാൻ വേറൊരു നമ്പർ എടുക്കാം. ഞാൻ 5/2 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു. അതിന്റെ വ്യുൽക്രമം എത്രയാ വരുന്നേ?
2/5 വരണേ. അതിന്റെ ഗുണനഫലം എടുത്തു. 5ഉം 5ഉം ക്യാൻസലായി, 2ഉം 2ഉം ക്യാൻസലായി. ഗുണനഫലം എന്ന് പറയുന്നത് 1. ഇതാണ് വ്യുൽക്രമം. വ്യുൽക്രമം ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ആവശ്യം വരണത്. മനസ്സിലായോ? പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ഇതിന്റെ ആവശ്യം വരുന്നത്. നമ്മൾ എഴുതുന്ന സംഖ്യയുടെ നേരെ തലതിരിച്ച് എഴുതാം. നിങ്ങൾക്ക് വെറുതെ ഒരു നമ്പർ തന്നു അല്ലെ, 4 എന്ന് പറയുന്ന നമ്പർ തന്ന് വ്യുൽക്രമം എഴുതാൻ പറഞ്ഞു. 4 എന്ന് പറയുന്ന നമ്പർ 4/1 എന്ന് നമുക്ക് എഴുതാവുന്ന നമ്പറാണ്. അതിന്റെ വ്യുൽക്രമം എന്ന് പറയുമ്പോൾ 1/4 മാറും. മനസ്സിലായോ? എഴുതി കഴിഞ്ഞാ? ഓക്കെ, നമുക്ക് അടുത്ത ഒരു കാര്യത്തിലേക്ക് പോവാം. അതായത് അടുത്താണ് നമ്മളിപ്പോ എണ്ണൽ സംഖ്യകളും ഒറ്റസംഖ്യകളും ഇരട്ടസംഖ്യകളും എല്ലാം പഠിച്ചു. അപ്പൊ നമ്മളോട് പറയുന്നത് ഇതിൽ കുറച്ച് സംഖ്യകളുടെ തുക കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഫോർമുലകളാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് എണ്ണൽ സംഖ്യ പഠിച്ചു. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ? 1, 2, 3, 4, 5, 6 അങ്ങനെ പോകുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യകള്. ഒറ്റസംഖ്യ പഠിച്ചു. 1, 3, 5, 7, 9 എന്ന് പറഞ്ഞു പോകുന്ന ഒറ്റസംഖ്യ. ഇരട്ടസംഖ്യകളും പഠിച്ചു. അപ്പൊ ഈ സംഖ്യകളിലേക്ക് കുറച്ച് സംഖ്യകൾ ഒരുമിച്ച് തുക കാണാനായിട്ടുള്ള ചോദ്യം വരും. അപ്പൊ അതിനുള്ള ഒരു ഫോർമുലയാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് ചോദിക്കുകയാണ്. n എന്ന് പറയുന്നത് ഇത്ര ഒരു എക്സാമ്പിൾ ആണ്, ഒരു സിമ്പിൾ ആണ്. അതായത് എന്നിന്റെ സ്ഥാനത്താണെങ്കിൽ 50 വരാം. അതായത് ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക, ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളുടെ തുക. അതായത് 1 തൊട്ട് 50 വരെയുള്ള സംഖ്യകളുടെ തുകയാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ 1 തൊട്ട് 25 വരെയുള്ള സംഖ്യകളുടെ തുകയാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ഫോർമുലയാണ് എന്ത്? n × n + 1 / 2 എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുകയുടെ ഫോർമുല എന്താണ്? n × n + 1 / 2 അല്ലെ? അപ്പൊ ആദ്യത്തെ നിങ്ങളൊരു ചോദ്യമായിട്ട് എഴുതിക്കോ. അതിന്റെ കൂടെ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. ഈ ഫോർമുല കൂടെ എഴുതി വെച്ചിട്ട് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n × n + 1/2 എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. നമ്മുടെ എന്നിന്റെ സ്ഥാനത്ത് നമുക്ക് എന്താണ്? 10 വന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യും? 10 × 10 + 1 / 2 ആണ്. അതായത് 10 × 11/2 ആണ്. നമ്മൾ വെട്ടിക്കളയാ 5. ആൻസർ എത്ര വരും? 55 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. അത് കിട്ടിയോ? ആദ്യത്തെ n എണ്ണൽ സംഖ്യകൾ, ആദ്യത്തെ 10 എണ്ണൽ സംഖ്യയുടെ തുകയാണ് ഞാൻ ചോദിച്ചത് അല്ലെ? ഇത് കിട്ടി. n × n + 1/2 എന്നുള്ള ഫോർമുലയില് എന്നിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? നമ്മൾ 10 അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പൊ 10 × 10 + 1 അല്ലെ? 10 + 1 11 ആണ്. 10 × 11 / 2 ചെയ്യുക. നമുക്ക് ആൻസർ എന്ത് കിട്ടും? 55 എന്ന് പറയുന്ന ഉത്തരം കിട്ടും. എല്ലാവരും ചെയ്തു നോക്കി. എല്ലാവർക്കും കിട്ടിയോ ഉത്തരം? കിട്ടാത്തവരുണ്ടാ? ഗുണനം സ്ലോ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ചെയ്തു വരാം. 55 ആൻസർ രേഷ്മ തോമസ്, വിജി ബേബി ഒക്കെ ചെയ്തിട്ടുണ്ട്. സാംസങ് SM അല്ലെ ചെയ്തിട്ടുണ്ട്. കുറെ പേര് ആൻസർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഒരു ചോദ്യം കൂടി പറയാം. ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. വേഗം കണ്ടേ. ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടോളൂ. ഓക്കെ, ആൻസർ വന്നിട്ടുണ്ട്. 325 അല്ലെ? നേഹ ഫ്രാൻസിസ്, അലീന, ലിതി ഒക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്.
നീതു ഫ്രാൻസിസ് 325 എന്ന് കഴിച്ചാൽ എന്ത് ചെയ്താൽ 25 26 ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യാം. 25 നമുക്ക് 26 രണ്ടും തമ്മിൽ കട്ട് ചെയ്ത് കളയാം. 25 13 നമുക്ക് ചെയ്യാം. ഇതിനിപ്പോ ഗുണനമൊക്കെ സ്ലോ ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇതില് ചെയ്യുന്ന ആളുകൾ ആൻസർ ചെയ്യുന്ന ആളുകൾ ചിലപ്പോ കൊച്ചു കുട്ടികളുള്ള ഒരു കുട്ടികളെ പഠിപ്പിച്ചിട്ട് ഇത് പഠിക്കും. പിന്നെ ട്യൂഷൻ എടുക്കുന്നവർ പഠിക്കും. പിന്നെ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അറിയാം. അപ്പൊ അങ്ങനെ അല്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അവര് കുറച്ച് ഇത്ര സ്പീഡ് അവർക്ക് കിട്ടില്ല. അപ്പൊ അവരിതൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. നിങ്ങളുടെ ഗുണനവും ഹരണവും അതുപോലെ നിങ്ങൾ ഗുണനപ്പട്ടയം മറന്നു പോയിട്ടുണ്ടാവും. ആ കാര്യങ്ങൾ അതൊക്കെ നമ്മളിങ്ങനെ ഒന്ന് പഠിച്ച് നിങ്ങൾ കൊണ്ടുവരാം. അപ്പോഴാണ് നമുക്ക് മാത്സ് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് പോവാം. ആദ്യത്തെ n ഒറ്റസംഖ്യകളുടെ തുക. ആദ്യത്തെ n ഒറ്റസംഖ്യകളുടെ തുകയാണ്. n ഒറ്റസംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ n സ്ക്വയർ. വളരെ സിമ്പിൾ ആണ്. എന്താണ് n സ്ക്വയർ എന്നേ മാത്രമേ ഉള്ളൂ. n സ്ക്വയർ കണ്ടില്ലേ ഇവിടെ n സ്ക്വയർ. ആദ്യത്തെ n ഒറ്റസംഖ്യകളുടെ തുക n സ്ക്വയർ. ഒറ്റസംഖ്യ എന്ന് പറഞ്ഞാൽ 1 3 5 അല്ലെ. ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ 10 ഒറ്റസംഖ്യകളുടെ തുക കാണുക. ആദ്യത്തെ 10 ഒറ്റസംഖ്യകളുടെ തുക കാണുക. എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ 10 ഒറ്റസംഖ്യകളുടെ തുക കാണാൻ 10 സ്ക്വയർ എന്ന് കൊടുത്താൽ പോരെ? 10 ഒറ്റസംഖ്യകളുടെ തുക കാണാനായിട്ട് 100 നമുക്ക് ഉത്തരം കിട്ടും അല്ലെ. 100 ഉത്തരം കിട്ടും. സംശയമുള്ള ആൾക്കാർ ഒന്ന് ആദ്യത്തെ 10 ഒറ്റസംഖ്യ എടുത്തൊന്ന് കൂട്ടി നോക്കിക്കോ. 100 തന്നെയുള്ള ഉത്തരം വരാന്ന് നോക്കിക്കോ അല്ലെ. ഓക്കെ, നമുക്ക് 100 എന്ന് പറഞ്ഞ ഉത്തരം വരും. ഇനി ഞാൻ പറയാണ്, ആദ്യത്തെ 25 ഒറ്റസംഖ്യകളുടെ തുക കാണുക. ആദ്യത്തെ 25 ഒറ്റസംഖ്യകളുടെ തുക കാണുക. 25 സ്ക്വയർ ചെയ്യണം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ 1 മുതൽ 30 വരെയുള്ള വർഗങ്ങൾ പഠിക്കുക. ഓക്കെ, 1 മുതൽ 30 വരെയുള്ള വർഗങ്ങളും 1 മുതൽ 10 വരെയുള്ള ക്യൂബും പഠിക്കുക. വർഗം എന്ന് പറഞ്ഞാൽ എന്താ? 1 സ്ക്വയർ, 2 സ്ക്വയർ അല്ലെ, 3 സ്ക്വയർ, 4 സ്ക്വയർ, ഇങ്ങനെ പോണ സംഭവല്ലേ. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9. ഇതൊരു 30 വരെ പഠിക്കണം. അറ്റ്ലീസ്റ്റ് 25 വരെയെങ്കിലും നിങ്ങൾ പഠിക്കണം. ഇവിടെ 25 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വരും? 625 ആണ് ഉത്തരം വരാം. മനസ്സിലായി? അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് എളുപ്പമായിട്ട് തീരുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ക്യൂബുകൾ നമ്മളൊന്ന് പഠിച്ചു തുടങ്ങും. എഴുതി വെക്കുക. ആദ്യത്തെ വർഗം അല്ലെ, വർഗങ്ങൾ ആദ്യം പഠിക്കുക. ഒരു 10 വരെയുള്ളതൊക്കെ ആദ്യം തന്നെ പഠിക്കുക. പിന്നെ പതുക്കെ ബാക്കിയുള്ളതും പഠിച്ചു കൊണ്ടുവരാം കേട്ടോ. അപ്പൊ 625 ഉത്തരം കിട്ടി അല്ലെ. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ആദ്യത്തെ n ഒറ്റസംഖ്യകളുടെ തുകയും പഠിച്ചു. ഇനി അത് അടുത്തതാണ് ആദ്യത്തെ n ഇരട്ടസംഖ്യകളുടെ തുക. ആദ്യത്തെ n ഇരട്ടസംഖ്യകളുടെ തുക കാണാനായിട്ടുള്ള ഫോർമുലയാണ് പറഞ്ഞത്. ആദ്യത്തെ n ഇരട്ടസംഖ്യകളുടെ തുക കാണണമെങ്കിൽ n × n+1 കണ്ട. n × n+1 ആണ് നമ്മുടെ ഫോർമുല ഇരട്ടസംഖ്യകളുടെ തുക കാണാനായിട്ട്. ആദ്യത്തെ n ഇരട്ടസംഖ്യകളുടെ തുക n × n+1 ആണ്. അപ്പൊ ആദ്യത്തെ 10 ഇരട്ടസംഖ്യകളുടെ തുകയെന്ന് കണ്ടേ. ആദ്യത്തെ 10 ഇരട്ടസംഖ്യകളുടെ തുക. ആദ്യത്തെ 10 ഇരട്ടസംഖ്യകളുടെ തുക എന്ത് ചെയ്താൽ മതി? 10 × 10+1 ചെയ്യാം. 10 × 11 വരും. ആൻസർ എത്ര വരും? ഓക്കെ, ഷബ്ന, നീതു, മെൽവി എല്ലാം ആൻസർ ചെയ്തിട്ടുണ്ട്. ആൻസർ എത്ര വരും? 110 ആണ് നമുക്ക് ആൻസർ വരണത് അല്ലെ. ഓക്കെ, 110 ആൻസർ വരും. ആദ്യത്തെ 25 ഇരട്ടസംഖ്യകളുടെ തുക ഒന്ന് കണ്ടേ. ആദ്യത്തെ 25 ഇരട്ടസംഖ്യകളുടെ തുക ഗുണിക്കാനുണ്ട് അല്ലെ. ആദ്യത്തെ 25 ഇരട്ടസംഖ്യകളുടെ തുക കാണാം. 25 × 26 ചെയ്യണം അല്ലെ. ഇരുപത്തഞ്ച് × 26 ചെയ്യുമ്പോൾ ആൻസർ എന്ത് വരും? 650 ചെയ്യുന്നുണ്ട്. വിൽഗ റോസ്, മേഘ അല്ലെ, ഏഞ്ചലിൻ ഒക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്. എത്ര വരുന്നേ? 650 ആണ് നമുക്ക് ആൻസർ വേണ്ടി. ഇത് ആൻസർ ചെയ്തിട്ടുണ്ട്. നമുക്ക് 650 ആൻസർ വരും അല്ലെ. ആൻസറുകൾ പടപടയെന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും പേര് നമുക്ക് വിളിച്ചെത്താൻ പറ്റില്ല. ഓക്കെ, അപ്പൊ 25 × 26 നമുക്ക് 650 കിട്ടി. അപ്പൊ n ഇരട്ടസംഖ്യകളുടെ തുക കിട്ടിയില്ലേ. നമ്മുടെ PSCക്ക് വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സിമ്പിൾ ആയിട്ട് ഒരു മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. ഈ ആദ്യം ഞാൻ ഈ പറഞ്ഞ 3 ഫോർമുലയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും നമ്മുടെ 10th ലെവൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 3 ഫോർമുല ഇതാണ്. ആദ്യത്തെ എണ്ണസംഖ്യകളുടെ തുക, ഒറ്റസംഖ്യകളുടെ തുക, ഇരട്ടസംഖ്യകളുടെ തുക. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക.
ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഫോർമുലയാണ് നമ്മളിപ്പോ കണ്ടേക്കുന്നത്. നോക്കിയേ, എന്താ വരുന്നേ? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു അല്ലെ, n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ 6 ആണ്. ഇങ്ങനെയാണ് എഴുതി വെക്കേണ്ടത്. n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 6. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇവിടെ എഴുതിയേക്കുന്നത് 12 സ്ക്വയർ എന്നല്ല കേട്ടോ. ഇത് 12, ഇത് 1 സ്ക്വയർ എന്നാണ് കേട്ടോ. ഇവിടെ എഴുതിയിരിക്കുന്നത് 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ എന്നാണ് കേട്ടോ അവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. മനസ്സിലായോ? അപ്പൊ വർഗങ്ങളുടെ തുകയാണ് നമ്മൾ പറയുന്നത്. അപ്പോ അതായത് നമ്മൾ ആദ്യത്തെ എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവും. അതിനെയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന് ഞാൻ പറയണ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക ഒന്ന് കണ്ടേ. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക ഒന്ന് കണ്ടേ. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക. ഇത് വരും. ആ ഫോർമുലയ്ക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടാ. 10 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 10 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. എന്ത് വരും? 10 ഇൻറ്റു 11 ഇൻറ്റു 21 ബൈ 6 വരും. 2 6 7 21 അല്ലേ. 85ന്റെ 7 ഫൈനലി വരും. ഫൈനലി ആൻസർ എത്ര വന്നേ? 385. 385 എല്ലാരും കിട്ടിയോ അല്ലേ? 385 കിട്ടിയാ? എങ്ങനെയാ ഇത് ആൻസർ ചെയ്യാന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഞാനൊന്ന് എഴുതി കാണിക്കാം. സംശയമുള്ളവര് ആൻസർ ചെയ്ത് എത്താത്ത ആൾക്കാർക്ക് വേണ്ടിട്ട് ഒന്നും കൂടി ഒന്ന് പറയാട്ടാ. അല്ലെങ്കിൽ എത്താത്ത ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി ഒന്നും കൂടി പറയാം. നമ്മൾ ആ ഫോർമുലയ്ക്ക് നേരെ നമ്മൾ പറഞ്ഞ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് 10 അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ 6 ആണ് നമ്മുടെ ഫോർമുല. നമ്മൾ ആ ഫോർമുലയ്ക്ക് അപ്ലൈ ചെയ്യാം. 10 ഇൻറ്റു 10 പ്ലസ് 1 ഇൻറ്റു വീണ്ടും ബ്രാക്കറ്റ് ആണ് 2 ഇൻറ്റു 10 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 6. ആദ്യം ബ്രാക്കറ്റിലെ കാര്യമാണ് എപ്പോഴും അവസാനിപ്പിക്കണ്ടേ അല്ലെ. 10 ഇൻറ്റു 10 പ്ലസ് 1 എന്ന് വെച്ചാൽ 11 ആണ്. 10 ഇൻറ്റു 11. ഇവിടെ നമുക്ക് ഇതിന്റെ ഇടയിൽ ഇൻറ്റു ആണ്, ഇൻറ്റു തന്നെ കൊടുക്കാം. ഇവിടെ ബ്രാക്കറ്റിന്റെ ഉള്ളിലെ കാര്യം തീരുമാനമാക്കാം. ഇവിടെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 2 ഇൻറ്റു 10 20 ആണ് അല്ലെ. 2 ഇൻറ്റു 10 20, 20 പ്ലസ് 1 21 ഡിവൈഡ് ബൈ 6 ചെയ്തു. ഇവിടെ 6ഉം 21 തമ്മിൽ നമുക്ക് അംശവും ഛേദവും ഒരുമിച്ച് പോവും. 2ൽ നമുക്ക് 3 പോവും അല്ലെ. 6ൽ 3 2 പ്രാവശ്യം, 21ൽ 3 7 പ്രാവശ്യം. 2ഉം 10ഉം കൂടി നമുക്ക് ചെയ്യാം 5. 5 ഇൻറ്റു 11ന്റെ 7 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 385 അല്ലേ വന്നേ. ആൻസർ 385 വരും. ഓക്കെ. ഓക്കെ, അടുത്ത ഒരു ഫോർമുലയും കൂടി പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത എന്താണ്? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക അല്ലെ. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫോർമുല എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ഹോൾ സ്ക്വയർ അല്ലെ. എന്താ പറയുക, ഞാൻ ഇപ്പുറത്തുനിന്ന് എഴുതി കാണിക്കാം. ഫോർമുല ഒന്ന് എഴുതി വെക്കുക. അതായത് n ഇൻറ്റു n പ്ലസ് 1 ഞാൻ എഴുതി വെച്ചത് അതിൽ എഴുതിയേക്കണ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ,
അത് എഴുതി വെച്ചത് നിങ്ങൾക്ക് അത്ര മനസ്സിലാവില്ല. ഇങ്ങനെ എഴുതാം. ഓക്കെ, n × n+1 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ കേട്ടാ. ഡിവൈഡഡ് ബൈ 2 ആണ് അവിടെ ഉദ്ദേശിച്ചത്, അത് അവിടെ സ്ക്വയർ ആയി പോയതാണ്. n × n+1 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. n × n+1 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ ആണ് വരേണ്ടത്. ഓക്കെ, നമ്മൾ ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എന്ന് കണ്ടേ. ഫോർമുല ഇതാണ്, n × n+1 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ ആണ് അല്ലെ. n × n+1/2 അല്ലെ ഹോൾ സ്ക്വയർ. അതായത് നമ്മൾ n × n+1/2 എന്ന് പറഞ്ഞ എണ്ണൽ സംഖ്യകളുടെ തുക പറഞ്ഞില്ലേ. എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n × n+1/2. അതിനെ ഒന്ന് സ്ക്വയർ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ആൻസർ കിട്ടും. അപ്പൊ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എന്ന് കണ്ടേ. $3025 ഇവിടെ ആൻസർ വന്നിട്ടുണ്ട്. 3025 ആൻസർ വന്നിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഒന്ന് ചെയ്തു നോക്കാട്ടെ എല്ലാവരും. അതായത് നമ്മളെ ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല എഴുതിയില്ലേ, അതിനെ ഒന്ന് സ്ക്വയർ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കിട്ടും കേട്ടാ. ഇനി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം, നിങ്ങൾ തന്നെ ചെയ്തോളൂ കേട്ടാ. തന്നെ ചെയ്താൽ മതി. നമുക്ക് ഇവിടെ ഇന്ന് ചെയ്യാനായിട്ട് ഇന്നിപ്പോ സമയമില്ല, പക്ഷെ അത്യാവശ്യം നമ്മൾ ക്വസ്റ്റ്യൻ ഇപ്പൊ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ചെയ്യാം.